بسم الله الرحمن الرحيم. യസ്വയസ് അവതരിപ്പിക്കുന്ന വിശുദ്ധ റമളാൻ, വിശുദ്ധ ഖുർആൻ, റമളാൻ ക്യാമ്പയിൻ. والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا نقر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن أزيد كلا إنه كان لآياتنا عنيدا سأرهقه السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. القبر أول منزل من منازل الآخرة فإن نجا منه فما بعده أيسر منه وإن لم ينج منه فما بعده أشد منه. صدق محمد رسول الله صلى الله عليه وسلم. فإن تنجو منها تنجو من ذي عظيمة وإلا فإني لا يخالوك ناجيا. وعلى أمة سيدنا ومولانا محمد. പ്രിയപ്പെട്ട സാദാത്യങ്ങളും ആലിമ്യങ്ങളും പ്രാസ്ഥാനിക നേതാക്കളും സഹോദരന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, നമ്മുടെ ഈ റമദാൻ പ്രഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് നാം കാലെടുത്തു വെക്കുന്നത്. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയം. ഇതിനെന്തൊരു വ്യത്യസ്തതയാണ്? എപ്പോഴും നാം പറയുന്നതും കേൾക്കുന്നതുമല്ലേ ഖബർ. പക്ഷെ ഇത് വ്യത്യസ്തമാകുന്നതും ശ്രദ്ധേയമാകുന്നതും ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രശ്നമാണ് എന്നിടത്താണ്. മുതലാളിയുടെയും തൊഴിലാളിയുടെയും പണ്ഡിതന്റെയും പാമരന്റെയും
എല്ലാവരുടെയും, ചെറിയവന്റെയും വലിയവന്റെയും എല്ലാവരുടെയും പ്രശ്നമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മറ്റു ശുഗലുകളിൽ നിന്നൊക്കെ ഹൃദയം മാറ്റിവെച്ച് പൂർണ്ണമായി ഈ ഒരു 2 മണിക്കൂർ സമയം നിങ്ങൾ എനിക്ക് കാതു മാത്രം തന്നാൽ പോരെ, മനസ്സും കൂടെ തരണം എന്ന് ആമുഖമായി ചെറിയ ഒരു ഉണർത്തൽ. എന്തിന്? ഈ പ്രഭാഷണത്തോടുകൂടെ മരിക്കണമല്ലോ എന്ന ഒരു ബോധം, പടച്ചവനെ ഖബറിൽ പോയി കിടക്കണമല്ലോ എന്നുള്ളൊരു ബോധം എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. റമദാനിന്റെ അവസാനത്തെ പത്തിലെ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അള്ളാഹു ഈ സംഗമം നമുക്ക് ഖബറിൽ ചെന്ന് കിടക്കാൻ സുഖകരമായൊരു സംഗമമാക്കി, അതിന് കാരണമായ ഒരു സദസ്സാക്കി അള്ളാഹു മാറ്റി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഖബർ എന്ന വിഷയമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് പറയുമ്പോൾ ഖബർ എന്ന ചിന്ത, അതുകൊണ്ട് എന്ത് ഗുണമാണ്? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്നലെ നാം അവതരിപ്പിച്ചു വെച്ചത് ഭൗതികാലങ്കാരങ്ങളിൽ പൈശാചിക ഇടപെടൽ മൂലം വലഞ്ഞു പോകുന്ന മനുഷ്യന്റെ ചിത്രങ്ങളാണ്. സൂറത്ത് ആലു ഇമ്രാനിലെ 14-ാം വചനം വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഭൂമിയിലെ 6 തരം അപ്പക്കഷ്ണങ്ങൾ, അതിന്റെ നെഗറ്റീവും പോസിറ്റീവുമായ മുഖങ്ങളായിരുന്നു ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. എങ്കിൽ ഈ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് ഒരു വിരാമം, ഈ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് ഒരു ചെറിയ അകൽച്ച, ഇതെങ്ങനെ സാധ്യമാകും? അല്ലാഹു പറഞ്ഞു, അൽഹാകുമുത് തകാസുർ. ഭൗതിക ബന്ധങ്ങൾ പെരുപ്പിക്കൽ, ആ ഭൗതിക ബന്ധങ്ങളുമായുള്ള സുഖല് നിങ്ങളെ മരിച്ചു പോകണമെന്ന ചിന്തയിൽ നിന്ന് തിരിച്ചു കളഞ്ഞിരിക്കുകയാണ്. പരലോക ചിന്തയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ സമയമില്ലാതെ പോയത് ഈ ഭൗതിക ചുറ്റുപാടുകളുമായി നിങ്ങൾ കെട്ടുപിണഞ്ഞ് കിടന്നതുകൊണ്ടാണ്. എങ്കിൽ ഇതിനൊരു മോചനം, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ ഭൗതിക ചിന്തകളില് നിങ്ങളെ തളച്ചിടപ്പെടും എന്നാ പറഞ്ഞത്. തളച്ചിട്ടിരിക്കുന്നു. ഖബർ സന്ദർശിച്ചാൽ അതിനൊരു മാറ്റം ഉണ്ടാകും. 2 അർത്ഥമുണ്ട് അതിന്, 2 അർത്ഥങ്ങളുണ്ട്. അത്താദുർത്തുൽ മഖാബിർ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ മരിച്ചു ചെല്ലുന്നത് വരെ ദുനിയാവിന്റെ ബന്ധങ്ങളാണ്. അത്താദുർത്തുൽ മഖാബിർ, ഞാൻ എന്റെ ഖബർ സന്ദർശിക്കുന്നത് വരെ, നിങ്ങൾ നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നത് വരെ. അതേസമയം പാപ്പാന്റെയും വല്ലിപ്പാന്റെയും ഉമ്മാന്റെയും ഉപ്പാന്റെയും അതുപോലെ തന്നെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും കൂട്ടുകാരന്റെയും ഒക്കെ ഖബർ പോയി സന്ദർശിച്ചാൽ മരിക്കണമെന്ന ബോധം അത് ഹൃദയത്തിൽ അങ്കുരിപ്പിക്കും. ആ അർത്ഥപ്രകാരമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഖബർ സന്ദർശിക്കുന്നത് വരെയാണ് നിങ്ങൾക്ക് ദുനിയാവിന്റെ ചുറ്റുപാടുകൾ. മനസ്സറിഞ്ഞുകൊണ്ട് ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ ആ ഖബറിനകത്തുള്ള സംഗതികൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭൗതിക ബന്ധങ്ങളോടൊരു ചെറിയ അകൽച്ച വരും. ഇന്നലെ കേട്ടതുപോലെ അതിലെ പോസിറ്റീവ് മുഖം അത് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ആ നിലക്ക് മാത്രമേ ആ ബന്ധങ്ങളെ സമീപിക്കുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിൽ മാറാൻ കാരണമാകുന്ന ഒരു സദസ്സാക്കി, അതിനു പറ്റിയൊരു സംസാരമാക്കി അല്ലാഹു ഇത് മാറ്റിത്തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ആമുഖമൊന്നും നീട്ടാതെ വിഷയത്തിലേക്ക് ഇങ്ങോട്ട് കടന്നത് വിഷയത്തിന്റെ വ്യാപ്തി കൊണ്ടാണ്. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഖുർആൻ ഖബർ സന്ദർശിക്കുന്നത് വരെ നിങ്ങൾക്ക് ദുനിയാവിന്റെ ശുഗലായിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. വേണ്ട, ഈ ദുനിയാവിന്റെ രസങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ട്. കല്ലാ, വേണ്ട, സൗഫ തഅലമൂൻ, നിങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ അറിയാൻ പോകുന്നുണ്ട്. വീണ്ടും പറയട്ടെ, വേണ്ട, നിങ്ങൾ ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാൻ പോകുന്നുണ്ടോ? ഖുർആന്റെ ശൈലി. ആദ്യം പറഞ്ഞത് കല്ലാ സൗഫ തഅലമൂൻ, നിങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ അറിയുക തന്നെ ചെയ്യും പിന്നീട്. എന്ന് പറഞ്ഞാൽ മരിച്ച ഖബറിൽ ചെന്നാലുണ്ടാകുന്ന അദാബുൽ ഖബറാണ് ആ സൂചിപ്പിച്ചത്.
പിന്നെ ഖബറിൽ നിന്ന് പുനരുത്ഥാനം കഴിഞ്ഞിട്ട് കൺമുമ്പിൽ കാണുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ, അത് നരകശിക്ഷയുമാണ്. സുമ്മക്കല്ലാ സൂപ്പത്തായാലും ആദ്യം ഖബർ ശിക്ഷ, പിന്നെ നരകശിക്ഷ. അപ്പൊ ഈ രണ്ട് ലോകവും അഭിമുഖീകരിക്കാനുള്ളവരാണ് എന്ന ബോധം ഉണ്ടാവണട്ടോ. ഇവിടെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ശേഷം നിങ്ങൾ കൊണ്ടറിയും, കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും ഈ കേസ്. ഇതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ആമുഖ ചർച്ച ഒരാളുടെ ഖബർ. നമ്മൾ പോയി കിടക്കുന്ന നമ്മുടെ കുഴി, ആ ഖബറിന്റെ അവസ്ഥ എന്താണ്? ആ ഖബറും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഒറ്റവാക്കിലെന്ന് പറഞ്ഞാൽ ഖബർ നമ്മുടെ തറവാടാണ്. ഖബർ നമ്മുടെ തറവാടാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഖബർ എവിടെയാണോ, ഇപ്പൊ പറയാൻ കഴിയില്ല, എവിടെയാണോ എന്റെ ഖബർ വരുന്നത്, എന്നെ മറവ് ചെയ്തതിന്റെ ശേഷം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. ഈ ഖബറിനകത്തുള്ള മണ്ണിൽ നിന്നാണ് ഈ ഷാഫിയെ പടച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, ഖുർആന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് സ്വഹീഹായ ഹദീസുകൾ തന്നെ ഉദ്ധരിക്കാം. ഖബർ എന്ന് പറയുന്നത് മനുഷ്യന്റെ തറവാടാണ്. ആ ഖബറിന്റെ മണ്ണിൽ നിന്നാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് വെറുതെ പറയുകയല്ല. അപ്പം മരിക്കാൻ സമയമാകുമ്പോ മുണ്ടമ്പ്ര പള്ളിക്കാട്ടിൽ നിന്ന് തന്നെയാണോ എന്നെ സൃഷ്ടിക്കാനുള്ള മണ്ണ് അള്ളാഹു സ്വീകരിച്ചത് എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. മരിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. മുണ്ടമ്പ്ര പള്ളിക്കാട്ടിൽ നിന്നല്ല, വേറെ ഏതെങ്കിലും പള്ളിക്കാട്ടിൽ നിന്നാണെങ്കിൽ എന്തോ സാഹചര്യത്തിൽ ഞാൻ ഒരു പക്ഷേ മുണ്ടമ്പ്രയിൽ നിന്ന് താമസം മാറ്റും, ആ മഹല്ലത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ മരിക്കാൻ നേരത്തെങ്കിലും അവിടെ എത്തും, അല്ലെങ്കിൽ മരിച്ചിട്ടെങ്കിലും തട്ടിത്തിരിഞ്ഞ് ആ പള്ളിക്കാട്ടിൽ ഞാൻ എത്തും. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. നമ്മൾ സാധാരണ പറയാറുണ്ട്, മരിക്കാനായിട്ട് പോയ അദ്ദേഹം ഗൾഫിലേക്ക് സാധാരണ പറയാറുണ്ട്. പലരും പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി, ഇവിടുന്ന് കയറി ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായി അറേബ്യൻ മണലാരണ്യത്തിലേക്ക് പറന്നുപോയ ഒരു സഹോദരൻ, അയാള് അവിടെ എത്തിയ ഉടനെ തന്നെ മരിച്ചു. അപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട്, മരിക്കാനായിട്ട് അങ്ങോട്ട് പോയി, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ ഒരു സംഭവം കേട്ടാൽ നമ്മൾ എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ സാക്ഷ്യവാക്യം എനിക്കൊന്നും കൂടെ ബോധ്യപ്പെടുകയാണ്, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പടച്ചവൻ തന്നെയാണ് കേട്ടോ. എന്താ പറയേണ്ടത് അത് കേൾക്കുമ്പോൾ? കാരണം എന്താ? ഓരോരുത്തരും അവനവനെ സൃഷ്ടിക്കപ്പെട്ട മണ്ണിലേക്ക് അങ്ങോട്ട് എത്തും, മരിക്കാൻ അങ്ങോട്ടെത്തും, അല്ലെങ്കിൽ മരിച്ചിട്ട് അങ്ങോട്ടെത്തും. കണ്ടില്ലേ നിങ്ങൾ? വളരെ പാവപ്പെട്ട മനുഷ്യന്മാര് ഗൾഫിൽ നിന്ന് മരിച്ചു, ഒരു നിലക്കും നാട്ടിലേക്ക് അവൻ എത്താൻ ഒരു വകുപ്പും കാണുന്നില്ല. അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ പെട്ടിയിലിട്ട് കുറെ സൂക്ഷിച്ച് അവസാനം നാട്ടിലെ പള്ളിക്കാട്ടിൽ എത്തും. അതേസമയം എല്ലാ സൗകര്യവും ഉണ്ട്, പണമുണ്ട്, ആളുമുണ്ട്, സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്. ആ മനുഷ്യനെ കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. എന്നാലും അത് തട്ടിത്തിരിഞ്ഞ് അവിടെ തന്നെ ആവും. ഇതൊക്കെ എന്താണ്? എവിടെന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അവിടെ ഖബർ വരുമെന്നതിന്റെ ലക്ഷണമാണ്. കേട്ടോളൂ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതൊന്നും വെറുതെ നമ്മുടെ വക ഏതെങ്കിലും സാധ്യതകൾ വിളിച്ചു പറയുകയല്ല. عن أبي عزة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا قضى الله لعبد أن يموت بأرض جعل له إليها حاجة صدق رسول الله. സ്വഹീഹായ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തത് ഖാല അബൂ ഈസാ ഹാദാ ഹദീസുൻ സ്വഹീഹ്. യാതൊരു സംശയവും വേണ്ട, റസൂലുള്ള പറയാണ്, ഒരാൾ ഒരു ഭൂമിയിൽ വെച്ച് മരിക്കാൻ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയിലേക്ക് ഒരാവശ്യം അള്ളാഹു ഉണ്ടാക്കും. ആ ആവശ്യമായിരിക്കും ചിലപ്പോൾ വിസയുടെ രൂപത്തിലെത്തുക, ചിലപ്പോൾ ഒരു ഉംറയുടെ രൂപത്തിലെത്തുക, ചിലപ്പോൾ ഒരു ഹജ്ജിന്റെ രൂപത്തിലെത്തുക, ചിലപ്പോൾ ഒരു ടൂറിന്റെ രൂപത്തിലെത്തുക. നിനക്ക് വരാറില്ല. എവിടെയാണോ മരിക്കാൻ വിചാരിച്ച മണ്ണ് ആ മണ്ണിലേക്ക് അങ്ങോട്ട് എത്തിക്കും. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഖബറടക്കപ്പെടുന്ന മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഉറപ്പിച്ച് പറയാനായോ? മരിക്കാൻ ഉദ്ദേശിച്ച മണ്ണിലേക്ക് അള്ളാഹു ഒരു കാരണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതിൽ നിന്നാ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല, അങ്ങോട്ട് എത്തുന്നതായിട്ട് പറയാം. ഹദീസുകൾ വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ഈ മണ്ണ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ അള്ളാഹു മണ്ണെടുത്തപ്പോൾ ഒരു സ്ഥലത്തു നിന്നിട്ട് ഒരു പിടി മണ്ണെടുത്തിട്ടല്ല ചെയ്യുന്നത്. ആ മണ്ണിൽ ഭൂമിയിലെ എല്ലാ ഭാഗത്തെയും മണ്ണിന്റെ ബിന്ദുക്കൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്.
അപ്പൊ ആ ബനൂ ആദം, ആദമിന്റെ മക്കളായി ഇവിടെ ജന്മം കൊണ്ട ഞാനും നിങ്ങളും ആദമിന്റെ മക്കളാണോ നമ്മള്? നമ്മുടെ ശരീരത്തില്, നമ്മുടെ ശരീരം സൃഷ്ടിക്കാൻ കാരണമായ മണ്ണിന്റെ അംശം ആദം നബി അലൈഹിസ്സലാമിൽ ഉണ്ടായിരുന്നു. ഏതുപോലെ ഇന്ന് നാം പറിച്ചു തിന്നുന്ന ഒരു മാമ്പഴം, ആ മാമ്പഴത്തിന്റെ അംശം ഒന്നാമത്തെ മാങ്ങയിലുണ്ടായിരുന്നു. സംശയമല്ല കാര്യത്തിലാർക്കും. എന്നതുപോലെ ഈ മണ്ണിന്റെ ഭാഗം, നമ്മുടെ മണ്ണിന്റെ ഭാഗം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിലുണ്ടായിരുന്നു. ഇതിന് വ്യക്തമായ ഒരു തെളിവായിട്ട് പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മദീനയിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പോവുകയാണ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജനാസത്തിൻ ഖബറിൻ, ഒരു കുഴി വെട്ടിയിട്ട്, ഖബർ വെട്ടിയിട്ട് അവിടെ ഒരു ജനാസയും വെച്ചത് ഖബറടക്കാനുള്ള തിരക്കിലാണ് സഹാബാ കിറാം റളിയല്ലാഹു അൻഹും. അല്ലാഹുവിന്റെ ഹബീബ് അതിലൂടെ അങ്ങ് കടന്നു പോകുമ്പോൾ മദീനത്ത് വേണ്ടപ്പെട്ടവരാരും മരിച്ച വിവരം അറിഞ്ഞിട്ടില്ല. അങ്ങനെ മരിച്ചാൽ ഹബീബ് അറിയാതിരിക്കൂല. അപ്പൊ ഹബീബ് ചോദിക്കുകയാണ്, ഖബ്റു മൻ ഹാദാ, ഖബ്റു മൻ ഹാദാ, ഖബ്റു മൻ ഹാദാ, ഇതാരുടെ ഖബറാൻ, ഇതാരുടെ ഖബറാൻ? ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബാ കിറാമിന്റെ മറുപടി, ഫഖാലു ഫുലാനുൽ ഹബ്സിയു യാ റസൂലല്ലാഹ്, നബിയെ എത്യോപ്യക്കാരനായ ഇന്നാലിന്ന ഒരു മനുഷ്യനാണ്, ഇയാൾ വിദേശിയാണ്, ഇവിടെ എത്തി, ഇവിടുന്ന് മരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഖബറടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എത്യോപ്യയിൽ നിന്ന് ഇത്രയും ദൂരം കടന്ന് അയാൾ മദീനയിലേക്ക്, നമ്മുടെ മണ്ണിലേക്ക് എത്തേ, മരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എത്തുകയോ? ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ഖാല റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സീഖ മിൻ അർളിഹി വസമാഇഹി ഇലാ തിർബത്തിഹി അല്ലതി ഖുലിഖ മിൻഹാ, സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്ഭുതം വരുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തേ നബി അങ്ങനെ പറയാൻ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിശ്വാസിക്ക് ബോധ്യപ്പെടുക. പടച്ചവൻ പറഞ്ഞതൊക്കെ അങ്ങനെ വേണ്ടി സംഭവിച്ച് കാണുമ്പോഴാണല്ലോ ബോധ്യപ്പെടുക. നബിതങ്ങൾ ഒന്നും കൂടെ സാക്ഷ്യവാക്യം പുതുക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സീഖ മിൻ അർളിഹി വസമാഇഹി, അയാൾ താമസിക്കുന്ന ആകാശത്തിന്റെ ചുവട്ടിൽ നിന്നും, അയാൾ ജീവിക്കുന്ന ഭൂമിക്ക് മുകളിൽ നിന്നും അദ്ദേഹത്തെ അല്ലാഹു വലിച്ചു കൊണ്ടുവന്നല്ലോ, അദ്ദേഹത്തെ അല്ലാഹു ഇങ്ങോട്ട് എത്തിച്ചല്ലോ. എങ്ങോട്ട്? ഇലാ തിർബത്തിഹി അല്ലതി ഖുലിഖ മിൻഹാ, അദ്ദേഹത്തെ പടച്ച മണ്ണിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമുക്ക് ഇത് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അൽ മുസ്തദ്റക്കില് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സംശയിക്കേണ്ടതില്ല. കാരണം മുസ്തദ്റക്കിൽ ഒരു ഹദീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇമാം മുസ്ലിമിനും ബുഖാരിക്കും അവരുടെ സഹീഹുകളിൽ കൊണ്ടുവരാൻ യോഗ്യമാണ്. അതിന്റെ ഷർത്തൊക്കെ, ഡിമാൻഡ് ഒക്കെ ഒത്തിട്ടുണ്ട്. പക്ഷെ അവരതിൽ കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ വീണ്ടെടുപ്പാണ് മുസ്തദ്റക്ക് എന്ന കിതാബ്. എന്റെ അർത്ഥം തന്നെ അതാ, വീണ്ടെടുക്കപ്പെട്ട ഹദീസ് എന്നാണ്. ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിമിനും റിപ്പോർട്ട് ചെയ്യാൻ മാത്രം യോഗ്യമായ ഹദീസുകൾ രണ്ട് സഹീഹുകളിൽ കാണാതെ വരുമ്പോൾ അതിന്റെ വീണ്ടെടുപ്പ് നടത്തിയതാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു. സംശയിക്കരുത്, നിങ്ങളുടെ ഖബർ എവിടെയാണോ വരുന്നത് ആ മണ്ണിൽ നിന്നാണ് ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിന് സംശയം തോന്നൂലല്ലോ. ഇതിന് ധാരാളം തെളിവുകളുണ്ട്. അതിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളെല്ലാം സ്വഹീഹുമാണ് എന്നൊക്കെ ഇമാം ഹാക്കിം തങ്ങൾ തന്നെ ഇതിന് ഉപോത്ഫലകമായി ബഹുമാനപ്പെട്ടവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളയാണല്ലോ പറയുന്നത്, ഇയാളുടെ മണ്ണിൽ നിന്ന് അല്ലാഹു ഇദ്ദേഹത്തെ ഏതൊരു മണ്ണിൽ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ട ആ മണ്ണിലേക്ക് എത്തിച്ചല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഏത് നിസ്കാരം കഴിഞ്ഞാലും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉടനെ തന്നെ അനൗൺസ്മെന്റ് വരുന്നു, സലാത്തുൽ മയ്യിത്തി അലൽ മർഅ, സലാത്തുൽ മയ്യിത്തി അലർ റജുൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു. പറയാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജന്നത്തുൽ ബഖീഇലെ മണ്ണിൽ നിന്നാണ് അല്ലാഹു നമ്മളെ പടച്ചതെങ്കിൽ നമ്മളും ജന്നത്തുൽ ബഖീഇൽ പോയി കിടക്കും. ജന്നത്തുൽ മുഹല്ലയിലെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അവിടെയും നമ്മൾ എത്തും. അല്ല, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏതെങ്കിലും പൊതു ശ്മശാനങ്ങളിൽ
നിന്നാണെങ്കിൽ ആ പൊതുശ്മശാനങ്ങളിലേക്ക് നമ്മൾ എത്തും. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മഖാബിറുൽ മുസ്ലിമീനിൽ ചെന്ന് കിടക്കുന്നതിന് പ്രത്യേകം ബഹുമാനമുണ്ട്. അതുകൊണ്ടാണല്ലോ മുസ്ലിമീങ്ങളെ മഖാബിറുൽ മുസ്ലിമീനിൽ തന്നെ കബറടക്കപ്പെടണമെന്ന് പറയാനുള്ള കാരണം പരിസരത്തുള്ള ആളുകളുടെ ബഹുമാനം നമുക്കും ലഭിക്കുമെന്നതുകൊണ്ടാണ്. അതേസമയം സർവമത കൂട്ടുപ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് എവിടെയെങ്കിലും ഇത്തരം സൗഭാഗ്യങ്ങളൊന്നും ഇല്ലാത്തിടത്ത് കൊണ്ടുപോയി ഇടുന്നവരുമുണ്ട്. വിമാന ദുരന്തത്തിൽ മരിച്ചവരെ കുറിച്ച് നമ്മൾ വായിച്ചതാണ്. അള്ളാഹു അത്തരം ദുരന്തങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽ പ്രധാനിയായ മുഹമ്മദ് ഇബ്നു സിരീൻ ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിന്റെയൊക്കെ കടുപ്പം എത്രയാണ്! എന്തൊരു സുന്ദരമാണ് ആ വാക്ക്! എത്രമാത്രം സുന്ദരമാണ്! മുഹമ്മദ് ഇബ്നു സിരീന്റെ ഈ വാക്ക് ഇങ്ങനെ വായിച്ചപ്പോ എന്തോ ഒരു വല്ലാത്തൊരു ആവേശം. മഹാനവർകൾ പറയാം. എന്താ പറഞ്ഞത്? ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖബറടക്കപ്പെട്ട് കിടക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാ? ഹിജ്റത്ത് ശരീഫയുടെ അകത്താണ്. അവിടെ തന്നെയാണല്ലോ അബൂബക്കർ സിദ്ദീഖുമുള്ളത്, അവിടെ തന്നെയാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബുമുള്ളത്. ഇതുകൊണ്ടാണ് ലോകത്തുള്ള പണ്ഡിതന്മാർ ഇജ്മാഅാണ്, പണ്ഡിത ലോകത്തിന്റെ ഇജ്മാഅാണ് ഏത്? അഫ്ളലുൽ ബിഖാഇ ഖിർബത്തുൽ ഹിജ്റത്തി ശരീഫ. തർക്കല്ല ഈ കാര്യം. ഹിജ്റത്ത് ശരീഫയിലെ മണ്ണാണ് ഈ ഭൂമി ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ്. കാരണം അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടക്കാൻ, അബൂബക്കർ സിദ്ദീഖിനെ പടക്കാൻ, ഉമർ ഇബ്നുൽ ഖത്താബിനെ പടക്കാൻ ഉപയോഗിച്ച മണ്ണാണ്. ഇതാണ് മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്ത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു യസീദ് അൽ ഖൗസി പറയുന്ന സമീഅതു ബിന സിരീന യഖൂൽ, മുഹമ്മദ് ഇബ്നു സിരീൻ പറയുന്നത് ഞാൻ കേട്ടു. ലൗ ഹലഫ്തു സാദിഖൻ ബാറൻ ഗൈറ സാ ولا مستثني أن الله ما خلق نبيه ولا أبا بكر ولا عمر إلا من طينة واحدة ثم ردهم إلى تلك الطينة. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ പരലോകം വിജയിപ്പിക്കട്ടെ. എന്താ മുഹമ്മദ് ഇബ്നു സിരീൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? ലൗ ഹലഫ്, ഞാൻ പടച്ച റബ്ബിനെ പിടിച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ, ഞാൻ വല്ലാഹി പറഞ്ഞങ്ങ് പറയുകയാണെങ്കിൽ, ഹലഫ്തു സാദിഖ, സത്യസന്ധമായിട്ട് എനിക്ക് സത്യം ചെയ്യാൻ കഴിയും, എന്റെ സത്യം പിഴക്കൂല. ബാറൻ, ഗുണനിലവാരമുള്ള സത്യം ചെയ്യാൻ കഴിയും എനിക്ക്. ഗൈറ ശാക്കിൻ, സംശയം തൊട്ടു തീണ്ടാത്ത സത്യം ചെയ്യാൻ കഴിയും എനിക്ക്. വലാ മുസ്തസ്നി, ഇൻഷാ അല്ലാഹ് പോലും പറയാൻ ധൈര്യമുണ്ട് എനിക്ക്. ഉണ്ടോ? മുഹമ്മദ് ഇബ്നു സിരീൻ പറയുന്ന വിഷയത്തിന്റെ ഉറപ്പാണത്. ഞാൻ ഇങ്ങനെ ഒരു സത്യം ചെയ്താൽ അത് സത്യസന്ധമായിരിക്കും, അത് ഗുണനിലവാരമുള്ള സത്യമായിരിക്കും. ആ സത്യം ഒരിക്കലും പിഴക്കില്ല. ആ സത്യത്തിൽ എനിക്ക് സംശയിക്കാൻ വകുപ്പില്ല. ആ സത്യത്തിൽ എനിക്ക് ഇൻഷാ അല്ലാഹ് പോലും പറയണ്ട. വലാ മുസ്തസ്നി, ഗൈറ മുസ്തസ്നി, വഗൈറ മുസ്തസ്നി, ഇൻഷാ അല്ലാഹ് പോലും പറയാതെ എനിക്ക് പറയാം. ഇൻഷാ അല്ലാഹ് പറയാതെ പറയുന്ന ഒരു ധിക്കാരല്ലോ. അത്രയും ഉറപ്പുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനിത് പറഞ്ഞാൽ പിഴക്കൂല. എന്താണ് ആ സത്യം? അന്നല്ലാഹ മാ ഖലഖ നബിയഹു വലാ അബാ ബക്രിൻ വലാ ഉമർ, അല്ലാഹു തന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെയും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും തന്റെ പ്രിയപ്പെട്ട മറ്റൊരു കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ മിൻ തീനത്തിൻ വാഹിദ, ഒരേ ഒരു മണ്ണിൽ നിന്നല്ലാതെ പടച്ചിട്ടില്ല. പിന്നെ ആ മൂന്ന് മഹാന്മാരെ അതേ പരിശുദ്ധ മണ്ണിലേക്ക് തന്നെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോയി എന്ന് ഞാൻ സത്യം ചെയ്താൽ ആ സത്യം പിഴക്കൂല. അതിലേക്ക് സംശയത്തിന് വകുപ്പില്ല. അതിലെനിക്ക് ഇൻഷാ അല്ലാഹ് പോലും പറയണ്ട. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സിരീൻ. ഇതോടുകൂടി നമുക്ക് കാര്യം ബോധ്യപ്പെടുക, നമ്മൾ ചെന്ന് കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയുടെ അല്ല ആലിൽ മസ്നൂഅ എന്ന ഗ്രന്ഥത്തിൽ മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. എത്ര നല്ല വാക്കാണ്. അതുപോലെ തന്നെ ഇമാം ഖുർത്തുബിയുടെ തദ്കിറയിൽ ഇതേ വിഷയം പരാമർശിച്ചതായിട്ട് കാണാൻ കഴിയും. പല സ്ഥലങ്ങളിലുമുണ്ട്. ഞാൻ കണ്ടെത്തിയ 1-2 സ്ഥലങ്ങൾ പറഞ്ഞു തന്നെയുള്ളൂ. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഈ 3 മഹാന്മാർ ഒരുമിച്ച് കിടക്കാൻ കാരണം. ആദ്യ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു പ്രതീക്ഷകൾ?
ചരിത്രം അറിയുന്നവർക്ക് അറിയാലോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യമായിട്ട് ആയിഷ ബീവിക്ക് റസൂലുള്ള നിർമ്മിച്ചു കൊടുത്ത ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ആദ്യമായിട്ട് അന്തി ഉറങ്ങുന്നത് ഹബീബ. ഇനി അതിലേക്ക് സിദ്ദീഖ് വരുമോ എന്നൊരു ഉറപ്പില്ലായിരുന്നു. പിന്നെ വന്നത് എന്തൊരു അത്ഭുതത്തിലാണ്. ആ കാരണത്തെ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് ശക്തിപ്പെട്ടു വരും ഈ വിശ്വാസം നമുക്ക്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് കൂടെയുള്ള ആളുകളോട് പറയാൻ, സീറത്തുൽ ഹനബിയിൽ ഇമാം ഹനബി പറയുന്നുണ്ട്, അത്തഫ്സീറുൽ കബീറിൽ ഇമാം റാസി പറയുന്നുണ്ട്. ഈ സംഭവം എന്താ പറയുന്നത്? തന്റെ കൂട്ടുകാരോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, പിന്നെ ഇദാ അന മിത്തു വഫറഗതു മിൻ ജഹാസി, ഞാൻ മരിച്ച് എന്റെ മരണാനന്തര ക്രിയകളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എടുക്കണം. എന്റെ ജനാസ എടുത്തിട്ട് കൊണ്ടുപോകുമ്പോ നേരെ ജന്നത്തുൽ ബഖയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്താ ആരാ പറയുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് മുമ്പ് പറയാം. പിന്നെന്ത് ചെയ്യാം? നിങ്ങൾ എന്നെ എടുത്തിട്ട് സുമ്മ വഹൂനി ബിബാബിൽ ബൈത്തില്ലദീ ഫീഹി ഖബ്റുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറുള്ള ആ വീട്ടിന്റെ ആ റൂമിന്റെ വാതിൽക്കല് നിങ്ങൾ എന്നെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് സഹാബ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറയണം, സുമ്മ ഖൂലൂ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖദ് ജിഅനാക ബിഹബീബിക ഫഇൻ അദിൻത ലനാ അദ്ഖൽനാഹു മഅക വഇല്ലാ ഫഅഖ്റജ്നാഹു ഇലൽ ബഖീഅ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് പറയാൻ, നിങ്ങൾ എന്നെ കൊണ്ടുപോയി വെക്കണം. എവിടെ? ഹുജറത്തു ഷരീഫയുടെ മുമ്പിൽ. ഹുജറത്തു ഷരീഫയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഹബീബിന്റെ ഖബർ ഷരീഫിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ പറയണം, നബിയോട് സലാം പറയണം. സലാം പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറയേണ്ടത്, ഹബീബേ ഖദ് ജിഅനാക ബിഹബീബിക, അങ്ങയുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ, അങ്ങയുടെ ഹബീബ് പാവപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനെ ഞങ്ങളിതാ കൊണ്ടുവന്നിരിക്കുന്നു. ഫഇൻ അദിൻത ലനാ, അങ്ങ് ഞങ്ങൾക്ക് സമ്മതം തരാണെങ്കിൽ. വഫാത്തായി കിടക്കുന്ന നബിയോട് ചോദിക്കാനാണ് സിദ്ദീഖ് പറഞ്ഞത്. വഫാത്തായി കിടക്കുന്ന നബിയോട് ചോദിച്ചതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. വാനോളം വിദാറ്റുകാർ പുകഴ്ത്തിയെഴുതാറുള്ള ഇമാം റാസി അടക്കം രേഖപ്പെടുത്തുന്നു ഈ സംഭവം. അതാ ആയിരക്കണക്കിന് സ്വഹാബത്ത് ഈ സംഭവത്തിന് ദൃക്സാക്ഷികളാണ്. അവർ ചോദിക്കുന്നു, നബിയെ അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖിന്റെ ജനാസ ഞങ്ങൾ ഇങ്ങ് കടത്തിവെക്കും. അങ്ങയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഖബർ വെട്ടിയിട്ട് ആ ഖബറിൽ ഞങ്ങൾ ഇറക്കി വെക്കും. അല്ല, ഒരു വിഷമവുമില്ല. വഇല്ലാ ഫഅഖ്റജ്നാഹു ഇലൽ ബഖീഅ്, മറ്റുള്ളവരെയൊക്കെ ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോയി കിടത്തിയതുപോലെ ഞങ്ങൾ സിദ്ദീഖിനെ ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഇമാം ഹനബി തങ്ങൾ പറയുന്നു, വകാനൽ ബാബു മുഗ്ലഖൻ ബിഖുഫ്ലിൻ. ഇമാം ഹനബി എഴുതുന്നു സൂറത്തുൽ ഹനബിയയിൽ ആ സംഭവം ഇമാം റാസി ഉദ്ധരിച്ചിട്ടില്ല. ഏതാവട്ടെ വാതിൽ താവിട്ട് പൂട്ടിയിരുന്നു. ഫസഖത്തൽ, ആ താവ് പൊട്ടിയിന്ന് വീണു ഓട്ടോമാറ്റിക്കായിട്ട്. എന്നിട്ടോ വൻഫതഹലഹൽ ബാബ്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസയ്ക്ക് വേണ്ടി വാതിൽ മലർക്കേ എന്ന് തുറന്നു. ലോകത്ത് സംഭവിച്ച ഒരു സംഭവമാണ്, നിഷേധിക്കാൻ കഴിയാത്ത സംഭവമാണ്. അതുകൊണ്ടാണ് ഇമാം റാസി ഇത് രേഖപ്പെടുത്തിയത്. എവിടെയെന്നറിയോ നിങ്ങൾ ഈ സംഭവം രേഖപ്പെടുത്തിയത്? മിനിയാന്ന് നിങ്ങൾ അൽക്കഹ്ഫ് ഓതുമ്പോ ഞാൻ ആ ഭാഗമെത്തിയപ്പോ ആയത്തെത്തിയപ്പോ ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചു പോയി. എല്ലാ വെള്ളിയാഴ്ചയും ആലോചിക്കാറുണ്ട്, നിങ്ങളും ആലോചിക്കാറുണ്ടാവുമെന്ന് കരുതുന്നു. ആ വിഷയങ്ങൾ അറിയുന്നവർ എന്താണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ ലോകത്തൊരു വലിയ അത്ഭുതമാണ്. അപ്പൊ അല്ലാഹു തആല അത്ഭുത കഥ പറയുമ്പോൾ ചോദിക്കുകയാണ്, അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ അറിയോ എന്ന് ചോദിച്ച് റസൂലുള്ളാഹിനെ പേടിപ്പിക്കാൻ വന്നവരും അത് പറയാൻ കഴിയൂലെങ്കിൽ റസൂലുള്ള എല്ലാന്ന് പറയാനും കൊഞ്ഞനം കുത്താനും കാത്തിരിക്കുന്നവർ, അവരോട് ഖുർആൻ ആദ്യമായി ചോദിക്കുന്നത് അം ഹസിബത അന്ന അസ്ഹാബുൽ കഹ്ഫി വറഖീനി കാനൂ മിൻ ആയാതിനാ ജബാ. അല്ല, അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം അത് മാത്രാണ് നമ്മുടെ മഹാത്ഭുതങ്ങളിലെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് കരുതിയോ? അങ്ങനെ എന്തെല്ലാം വിസ്മയങ്ങൾ, എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യരെ, നിങ്ങളുടെ ചരിത്രത്തിൽ
നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന എത്ര ചരിത്രമുണ്ട്. ഒരു അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം മാത്രമാണോ? അതും അത്ഭുതമാണ്. അതുപോലെ എത്രയെത്ര അത്ഭുതങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് മാത്രമാണ് അത്ഭുതമെന്ന് ഇവർക്ക് തോന്നിപ്പോയോ? നബിയെ തങ്ങൾക്ക് തോന്നിപ്പോയോ? വേണ്ട കേട്ടോ. അപ്പൊ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ആ അത്ഭുതങ്ങൾ ഇമാം റാസി ഡസൻ കണക്കിന് അത്ഭുതങ്ങൾ പറയാണ്. ആ കൂട്ടത്തിലാ പറയുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഖബർ ശരീഫ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ ഹിജ്റത്തു ശരീഫയുടെ വാതില് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനെ കൊണ്ടുചെന്ന് ഇവരിത് ചോദിച്ചപ്പം മലർക്കേ അങ്ങ് തുറന്നു. എന്തിനാ സമ്മതം ചോദിക്കുന്നത്? അവിടെ കടത്തി, അവിടെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനെ കിടത്തിയാൽ പോരെ? പറ്റൂല. കാരണം ഇത് പൊതു ശ്മശാനല്ല, ഇത് റസൂലുള്ളാഹിയുടെ വീടാണ്. റസൂലുള്ളാഹിന്റെ വീട്ടിൽ കയറണമെങ്കിൽ സലാമും പറയണം, സമ്മതം ചോദിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഗ്ഫിറൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. ഖുർആന്റെ കൽപ്പനയാണ്, അത് പാലിക്കാൻ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ മരിച്ചു മണ്ണായി എന്ന് പറയാൻ ധൈര്യമുള്ളവരല്ല സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു. അവരത്തരം ആളുകളല്ല. എന്ത് പറ്റിപ്പോയി നമ്മുടെ കൂട്ടത്തിലെ ഈ വ്യതിയാന ചിന്താഗതിക്കാർക്ക്? അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. ഉറക്കാമയും പറയണം, അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. ഒരാളും വഷളായി പോയത് റമദാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. സഹാബത്ത് ചോദിക്കുകയാണെന്ന് ആയിരക്കണക്കിന് സഹാബത്ത് സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കാൻ ഏൽപ്പിക്കാൻ അങ്ങനെ വാതിലിങ്ങോട്ട് തുറന്നു എന്നല്ല, വീട്ടിനകത്ത് വെച്ച് അവരൊരു അശരീരി കേൾക്കുന്നു, ഒരാളില്ല ശബ്ദം. ഇത് ഹബീബല്ലേ പറയാം. എന്താണ് ആ ശബ്ദോ? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി ലമുസ്താഖ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ട് സമ്മതിക്കോ നാ നിങ്ങൾ ചോദിക്കുന്നത്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനിലേക്ക് എത്രയും പെട്ടെന്ന് കടത്തിവിടൂ, കടത്തിവിടൂ, സമയം വൈകിക്കല്ല. ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി ലമുസ്താഖ്. കാരണം ഈ ഹബീബ് ആ ഹബീബിനെ കാണാൻ, അവരുമായിട്ടൊന്ന് ചേരാൻ, ഒന്ന് അടുക്കാൻ, ഒന്ന് അടുത്ത് കിടക്കാൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച് മോഹിച്ച് താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. വേഗമാകട്ടെ, വേഗമാകട്ടെ. കകത്തു നിന്ന് ഈ ശബ്ദം കേട്ടു. ഇമാം റാസി അടക്കം തന്റെ തഫ്സീറുൽ കബീറിൽ ഇത് എഴുതുന്നു. അപ്പൊ ഇത് യാദൃശ്ചികമായിരുന്നില്ല എന്നാ ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ സൃഷ്ടിക്കാൻ എവിടെ നിന്നാണോ മണ്ണെടുത്തത്, അമ്മണ്ണും തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മഹാഭാഗ്യം കിട്ടിയത്. ഇനി അത് പോകട്ടെ. അബൂബക്കർ സിദ്ദീഖിന് ആയിഷ ബീവി മകളാ, റസൂലുള്ളാഹിയോടാണ് സമ്മതാക്കേണ്ടത്. അതൊക്കെ അങ്ങനെ നടന്നു. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ വരുന്നതോ? ആയിഷ ബീവി ആദ്യം വിചാരിച്ചിരുന്ന റസൂലുള്ളാഹിന്റെ അടുത്ത് ആയിഷ ബീവിക്ക് കിടക്കണം. ആ ഉദ്ദേശം അങ്ങനെയാണ്. പക്ഷെ അള്ളാന്റെ തീരുമാനം മറ്റൊന്നാണ്. ആയിഷ ബീവിയെ പടക്കപ്പെട്ട വന്നതല്ല. അള്ളാഹുവിന്റെ തീരുമാനം ആയിഷ ബീവിയെ അവിടെ കിടത്തണം എന്നതല്ല. ആയിഷ ബീവി താല്പര്യപ്പെട്ടു, ഒന്ന് ഭർത്താവാണ്, ഒന്ന് വാപ്പയാണ്. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ച് ആയിഷ ബീവിയുടെ അടുത്തേക്ക് അളവിട്ടത്. കാരണം അവിടെ ആയിഷ ബീവിനോടാണ് കൂടുതൽ സമ്മതം കിട്ടേണ്ടത്. കാരണം മുതൽ ആയിഷ ബീവിൻ്റെതാ വീട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഞാൻ കിടക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? നിങ്ങളുടെ അവസരം ഞാൻ നഷ്ടപ്പെടുത്തുകയാണ്, അത് നിങ്ങൾ സമ്മതിക്കോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി സന്തോഷപൂർവ്വം സമ്മതിച്ചു. എന്താ ഇതിനൊക്കെ കാരണം? ഇതൊന്നും കേവലം യാദൃശ്ചികമല്ല. കാരണം ഈ മൂന്ന് പേരെയും ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നതാണത്. മുസബ്ബിബുൽ അസ്ബാബായ റബ്ബ് അതിനൊക്കെ ഒരു കാരണം ഉണ്ടാക്കുന്നു എന്ന് മാത്രം. ചോദിക്കലും ചോദിക്കാൻ പറയലോ അതൊക്കെ അതിന്റെ കാരണങ്ങൾ. അല്ലാഹു അസ്ബാബുകൾ സംയോജിപ്പിച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങൾ നടത്തുന്നത്. അസ്ബാബുകളുമായിട്ട് ബന്ധപ്പെടാതെ പഠിത്തം നടത്താം. പക്ഷെ നമ്മളിൽ സാധാരണ അല്ലാഹു നടത്താറുള്ളത് മുസബ്ബിബുൽ അസ്ബാബ് എന്ന ആ ഒരു സ്റ്റൈലിലാണ് കാര്യങ്ങൾ നടത്താറുള്ളത്. അതിന്റെ ചരടുവലികളും അതിനുള്ള കരുനീക്കങ്ങളും ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ. ഇനി നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ മരിച്ചോളും ജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഏത് മണ്ണാണോ നമുക്ക് മടങ്ങിപ്പോകേണ്ട നമ്മുടെ തറവാട്, അങ്ങോട്ട് എത്തും എങ്ങനെയെങ്കിലും, മരിച്ചിട്ടെങ്കിലും. അപ്പൊ ഓരോരുത്തരും മരിച്ച് ഭൂമിക്കകത്ത് എത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ ഇവിടെ നിന്നാണ് ഇദ്ദേഹത്തെ സൃഷ്ടിച്ചത്. ആ സമയത്ത് പറയാൻ പറ്റും. എന്തൊരത്ഭുതം! എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ഖബറുറപ്പായിട്ട് എന്റെ മണ്ണുറപ്പാകൂ. ഏതാണ്? വെറുതെയാണോ? ഖബറ് കുടിച്ചു. ആ ഖബറ് കുഴിച്ചിട്ട് മാന്തിയിട്ട മണ്ണ്
ആ മണ്ണെടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് എന്ത്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറത്തൻ ഉഖ്റാ. അല്ലേ, 3 പിടി മണ്ണ് വാരിയിട്ട് 2 കൈയും പൂർണ്ണമായിട്ട് കൂട്ടിയിട്ട് നിറച്ചു വാരണമെന്നാണ്. അല്ലേ, നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഉരിക്കുത്തി പോകരുത്, ഒരു ഖിറാത്തേ കിട്ടുള്ളൂ. 2 ഖിറാത്ത് പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ധാരാളം പ്രതിഫലം, 2 ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജനാസ ഖബറടക്ക ചടങ്ങിലും കൂടെ പങ്കെടുക്കണം. ഇങ്ങനല്ലാതെ വെറുതെ നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഓടരും. ഇത് പറയുമ്പോൾ ചിലപ്പോ സയ്യിദന്മാരും ഉസ്താദുമാരും ഒക്കെ ഏതെങ്കിലും ഒരു ജനാസക്ക് വന്ന് പോകുന്നത് കണ്ടാൽ ആരും വിഷമിക്കും വേണ്ട. കാരണം അവര് ഇതിൽ നിൽക്കാതെ പോകുന്നത് ചിലപ്പോ 10 ഖിറാത്തുകൾ വരാൻ വേണ്ടിയായിരിക്കും. ഇതാദ്യം മനസ്സിലാക്കണം. മറിച്ച് നമ്മൾ വെറുതെ പീഡിയക്കൊലായ്മയിൽ ഇരുന്നിട്ട് ബഡായി പറയാനാണ് പോകുന്നതെങ്കിൽ ആ ഖബറിലേക്ക് പോവാം. എന്നിട്ട് അവിടെ ചെന്ന് ആദ്യം പ്രാർത്ഥിക്കുക, തസ്ബീഹ് ചെല്ലുക, തൽഖീൻ ചെല്ലുന്നതിൽ പങ്കെടുക്കുക, എല്ലാ സംഗതികളിലും പങ്കെടുക്കുക. അതാ വേണ്ട. അപ്പൊ അവിടെ മണ്ണ് വാരിയിടുമ്പോൾ നമ്മൾ സാധാരണ 2 കൈയും പൂർണ്ണമായിട്ട് പിടിച്ചിട്ട്, അങ്ങനെ തന്നെയാണല്ലോ ഫത്ഹുൽ മുഈനിലൊക്കെ ആ മസല പറഞ്ഞിട്ടുള്ളത്, 2 കൈ കൊണ്ടും വാരണം. ചില ആളുകളൊക്കെ ഇനി വരൂല, വന്നാൽ തന്നെ ഈ പണിയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ ഖബറിൽ ഒറ്റ അടി അടിച്ചാൽ അക്കുയിലോം വീണു, ആ കോലത്തിലാണ്. കാരണം കുറെ ആൾക്കാരുണ്ട് 3 വിരലുകൊണ്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പരിസരത്തേക്കൊന്നും നോക്കും, ആരും കാണൂല എന്നുണ്ടെങ്കിൽ മൂപ്പര് കൈമ ചളിയാക്കാനില്ല. അല്ലെങ്കിൽ 3 വിരൽ മതി. കാരണം കൈമ ചളിയാവുന്നുള്ള പ്രശ്നം. സുഹൃത്തെ, കയ്യിൽ ചളിയാകാതെ സ്വർഗം കിട്ടുന്നു കരുതണ്ട. ഈ പണിയൊക്കെ എടുക്കന്നെ വേണം. എത്ര വലിയവനാണെങ്കിലും ചെയ്യന്നെ വേണം. 3 വിരലുകൊണ്ടല്ല ഇവിടെ വാരണ്ട, ഇവിടെ 2 കൈയും നിറച്ച് വാരണം എന്നാ പറഞ്ഞത്. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചു. വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുന്നു. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, അല്ലാഹുവിന്റെ തീരുമാനമുണ്ടാകുമ്പോൾ മറ്റൊരു തവണ ഇതേ മണ്ണിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും. പിന്നെ നിങ്ങൾക്ക് മരണമില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓരോരുത്തരുടെയും കബറിലേക്ക് മണ്ണുവാരിയിടുമ്പോ, വാപ്പാന്റെ കബറിലേക്ക് മണ്ണുവാരിയിടുമ്പോ നമ്മൾ പറയല്ലേ 3 വിരലുകൊണ്ടല്ല വാരേണ്ടത്. 3 വിരലുകൊണ്ട് വാരാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഭക്ഷണമാണ്. അല്ലെ, ഭക്ഷണം കഴിക്കുന്നിടത്ത് 3 വിരലുകൊണ്ട് എടുക്കാൻ പറ്റും. അവിടെ 2 കൈ കൊണ്ട് കൂട്ടി വാരും. അല്ലേ, നമ്മളെ സ്വഭാവം അങ്ങനെയാണ്. ഭക്ഷണം 2 കൈ കൊണ്ടും കൂട്ടി വാരും, എന്നാലും തികയില്ല. പറഞ്ഞതല്ല നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആർത്തിയെ തൊട്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖബറ്, ഇതാണ് ഖബറ്. അപ്പൊ ഖബറിലെ മണ്ണ് തന്നെ വാരണം, പുറത്തുള്ള മണ്ണ് വാരിയിട്ടല്ല മിൻഹാ ഖലഖനാകും എന്ന് പറയേണ്ടത്. ഈ ഖബറിൽ നിന്ന് വാന്തിയിട്ട മണ്ണെടുത്തിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. സൂറത്ത് താഹയുടെ 55-ാം വചനം ഖുർആനിലെ ഒരു ആയത്തും കൂടെയാണത്. പറയണം എന്ന് പറഞ്ഞ പഠിപ്പിച്ച ആയത്താണ്. ഇതാണ് ഖബർ. അപ്പൊ ഖബർ നമ്മുടെ തറവാടാണ്. ആദ്യമായി പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഇനി ഈ ഖബറിലെത്തിയാൽ നമ്മുടെ ഹാലെന്താണ്? ഇതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഖബറിലേക്ക് അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ ഒന്നുമില്ലേ, പിന്നെ അങ്ങോട്ട് മരിച്ച് കഴിഞ്ഞാൽ മണ്ണായി പോയി, എല്ലാം ദ്രവിച്ചു, എല്ലാം കഴിഞ്ഞു. അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അല്ല കേട്ടോ. നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും തമ്മിൽ ബന്ധമുണ്ടോ? നന്നായി വേദനിക്കുന്നുണ്ട്. ഇനി ശരീരം ദ്രവിച്ചു പോയാലും ആത്മാവിന് നന്നായി വേദന അനുഭവപ്പെടും. ഖുർആൻ തന്നെ പറയുന്നു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ 100. എന്താ പറഞ്ഞത്? 100-ാമത്തെ ആയത്ത് സൂറത്തുൽ മുഅ്മിനൂനയിൽ വമിൻ വറാഇഹിം ബർസഖുൻ, അവരുടെ പിന്നിൽ ഒരു ഇടവേളയുണ്ട്, അവർക്ക് ഒരു ഇടത്താവളമുണ്ട്. ദുനിയാവ്, നരകം, സ്വർഗം, അതിന്റെ ഇടയിൽ ഒരു ഇടത്താവളമുണ്ട്, അതാ ഖബർ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. പുനരുത്ഥാന നാൾ വരെ അവർക്കൊരു ഇടത്താവളമുണ്ട് കേട്ടോ, മറക്കണ്ട. ഖബർ ജീവിതം എന്ന് പറഞ്ഞിട്ടൊരു ജീവിതമുണ്ട്. ഇതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ ആഖിറത്തിലെ 1-ാമത്തെ വീടാണ്, പ്രഥമ വീടാണ്, പരലോകത്തെ പ്രഥമ വീടാണ് ഖബർ.
ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഫമാ ബഅദഹു ഐസറു മിൻഹു, പിന്നെ വരാനുള്ളതൊക്കെ ഐസറു മിൻഹു, അതിലേറെ സിമ്പിളാണ്, വളരെ വളരെ എളുപ്പമാണ്. വഇല്ലം യൻജു മിൻഹു, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലേ, ഫമാ ബഅദഹു അശദ്ദു മിൻഹു, ഖബറിൽ അദാബാണോ ഇനി ശേഷം വരാനുള്ളത് അശദ്ദു മിൻഹു, അതിലേറെ കടുപ്പമുള്ളതാണ്. സദഖ റസൂലുള്ളാഹി. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജാമിഉൽ ഉസൂലിലുണ്ട്, അതുപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളിൽ പലതിലുമുണ്ട്. വ്യാപകമായി എല്ലായിടത്തുള്ള ഒരു ഹദീസാണ്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഒരു ബേജാറ് കൊണ്ടാണ് ഈ ഖബറിൽ രക്ഷപ്പെട്ടാൽ എല്ലാം ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. ഖബറിൽ ഞെരുക്കാണെങ്കിൽ ബാക്കിയുള്ളത് മുഴുവനും മഹാഞെരുക്കായിരിക്കും. അള്ളാഹു നമ്മുടെ ഖബർ എളുപ്പമാക്കി തരട്ടെ. റമദാനിലാണ്, ഖുർആൻ ചർച്ച ചെയ്യുന്ന വേദിയാണ്, ഒരുപാട് സാദാത്യങ്ങളും ആലിമീങ്ങളും അതുപോലെ ഇന്നലെ രാത്രി മുഴുവൻ ഹയാത്താക്കിയ ഒരുപാട് സാലിഹ്യങ്ങളും ഇരിക്കുന്ന സദസ്സ്. ഉറക്കാമീൻ പറഞ്ഞു, അള്ളാഹു സ്വീകരിക്കും, സ്വീകരിക്കാതിരിക്കില്ല. പടച്ചോനെ ഞങ്ങളെ ഖബർ നീ എളുപ്പാക്കി തരണേ അല്ലാഹ്, ഖബർ ജീവിതം നീ എളുപ്പാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധപ്പെട്ടവരുടേതൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു സംഗതി ഉള്ളിൽ തടേണ്ടതുപോലെ തട്ടി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ പൊട്ടി പൊട്ടി കരയുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എത്രത്തോളം കരയും? ഹത്താ ബുല്ല ലഹിയത്തുഹു, അവിടുത്തെ താടിരോമങ്ങൾ നനഞ്ഞ് ആ നീണ്ട താടിരോമങ്ങളിലൂടെ കണ്ണീര് ഭൂമിയിലേക്ക് കുറ്റി വീഴുന്നത് വരെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഓരോ ഖബറിന്റെയും അടുത്ത് ഖബറടക്കം ചെയ്യുമ്പോൾ നിൽക്കുമ്പം കരയായിരുന്നു. ഖബർ കണ്ടാ കരയും, ഖബർ കണ്ടാൽ സയ്യിദുനാ ഉസ്മാൻ കരയും. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തദ്കുറുൽ ജന്നത വന്നാർ, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് കേൾക്കാറില്ലേ, ഓർക്കാറില്ലേ, നരകത്തെക്കുറിച്ച് ഓർക്കാറില്ലേ? അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വർഗത്തെ പറ്റിയുള്ള വയല് കേൾക്കുമ്പോൾ നരകത്തെക്കുറിച്ചുള്ള വയല് കേൾക്കുമ്പോഴൊന്നും വലാ തബ്കീ, നിങ്ങൾ കരയാറില്ലല്ലോ. പിന്നെ എന്താ തബ്കീ മിൻ ഹാദാ, ഈ ഖബറിനെ പേടിച്ച് നിങ്ങൾ കരയുന്നത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ فإن نجا منه فما بعده أيسر منه وإن لم ينج منه فما بعده أشد منه. صدق رسول الله. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാൻ. അപ്പോഴാണ് സ്വഹാബത്തിന്റെ ഗൗരവം ആലോചിച്ചത്. നമ്മൾ വാപ്പാനെ കൊണ്ടുപോയി ഇറക്കി വെക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ എത്ര ഖബറടക്ക ചടങ്ങിന് നമ്മൾ പങ്കെടുത്തു. ആ ഖബറിലേക്ക് നോക്കിയിട്ട് നമ്മൾ ആലോചിച്ചോ, ഈ മയ്യത്തിന് ഖബറിൽ വരാൻ പോകുന്നത് എന്താണ്? പടച്ചോനെ, ഇത് രക്ഷപ്പെട്ടാൽ ഇതാണല്ലോ ഒന്നാമത്തെ കടമ്പ. ഈ കടമ്പയങ്ങ് സലാമത്തായാൽ ഈ മയ്യത്തിനെല്ലാം സുഖമാണല്ലോ. ആലോചിച്ചോ. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഉമ്മനെ ഖബറിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണീരോടെ അല്ലാതെ ഉമ്മയോട് യാത്ര ചോദിക്കാൻ കഴിയില്ല, ഉപ്പയോട് യാത്ര ചോദിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയുമ്പോ അതിന് തീർച്ചയായിട്ടും കണ്ണീരിന്റെ സാന്നിധ്യമുണ്ടാകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖബറടക്കപ്പെടുന്ന സമയത്ത് ഒരു മയ്യത്ത് ഖബറടക്കുകയാണെങ്കിൽ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ബഹുമാനപ്പെട്ടവർ ശോകമുഖമായ ഒരു പാട്ടിങ്ങനെ പാടും. ആ പാട്ട് വളരെയധികം സങ്കടപ്പെട്ട പാട്ടാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ കരയാത്ത ആരുമുണ്ടായിരുന്നില്ല. അത് വളരെ വളരെ ഒതുങ്ങിയ സ്വരത്തില് പതുങ്ങിയ സ്വരത്തില് പള്ളിക്കാട്ടുന്നാണ് എല്ലാവരും ഉള്ളപ്പോഴാണ് ആ പാട്ടിൽ തന്നെ സങ്കടം ഇങ്ങനെ ധ്വനിക്കുമായിരുന്നു, മുഴക്കുമായിരുന്നു. എന്താണ് ആ പാട്ട് എന്നറിയോ? ഈ പാട്ടുപാടാതെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഒരു ഖബറടക്കത്തിലും പങ്കെടുത്തിട്ടില്ല. കാന റളിയല്ലാഹു അൻഹു യുൻസിദു അലൽ ഖുബൂരി ഖസീദതൻ മുസഇജ. അത് ഹാനി റളിയല്ലാഹു അൻഹു പറയാൻ, വസമിഅതു ഉസ്മാന യുൻസിദു അലാ ഖബറിൻ ഫഇൻ തൻജു മിൻഹാ. ഖബറിലേക്ക് ആളെ ഇറക്കി വെച്ചാ പറയാൻ, മോനെ ഈ ഖബറിന്ന് നീ രക്ഷപ്പെട്ടാൽ തൻജു മിൻ ദീ അബൈനത്തി, എല്ലാ വലിയ വലിയ ഇടങ്ങേറുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടു കേട്ടോ മോനെ.
ഇവിടെ രക്ഷപ്പെട്ട മോനെ ബാക്കിയുള്ളത് മുഴുവനും നിനക്ക് എളുപ്പമാണ്. ഇനി ബാക്കിയുള്ളത് ഒന്നും നിനക്ക് പ്രയാസമല്ല. വയില്ല അല്ലയോ ഇവിടെ രക്ഷപ്പെട്ടില്ലേ, നീ രക്ഷപ്പെട്ടവനാണെന്ന അഭിപ്രായവും പാവപ്പെട്ടവർക്കുമാണില്ല. ഇത് കേൾക്കുമ്പോ സ്വന്തം മക്കൾ കരയാതിരിക്കോ? വാപ്പനെ ഖബറിലേക്ക് വെക്കുമ്പോ ജ്യേഷ്ഠനും അനുജനും കരയാതിരിക്കോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശരിക്കാലോചിച്ചോ, ഖബർ വളരെ വളരെ ഭീകരമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. സദഖ റസൂലുള്ളാഹി. മാ റഅയ്തു മൻദറൻ ഖത്തു. മുത്തുനബി പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല, ഒരു കാഴ്ചയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. ഖബർ അതിലേറെ ഭയാനകമായ കാഴ്ചയായിട്ടല്ലാതെ, ഖബർ അതിലേറെ വഷളായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഏറ്റവും വഷളായ കാഴ്ച ഞാൻ ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഖബറാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പള്ളിക്കാട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു ശാന്തതയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, പള്ളിക്കാട്ടിലൊക്കെ അങ്ങനെ ഇന്നലെ ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ഒരു രാവാണ്. പലരും പള്ളിക്കാട്ടിൽ പോയിട്ടുണ്ടാവും. രാത്രിയൊക്കെ ഒന്ന് ഒറ്റക്കൊന്ന് പള്ളിക്കാട്ടിൽ പോയി നോക്കണ്ട, എന്തൊരു മൂകതയാണ് അവിടെ അല്ലേ. ഒരാളും ഉണ്ടെന്നില്ല. ഏതൊക്കെ പോക്കിരികളും കൊമ്പന്മാരും ഒക്കെയാണ് അവിടെ കിടക്കുന്നത്. നാട്ടിലവർ ജീവിച്ചിരുന്നെന്ന് എന്തൊരു ഒച്ചപ്പാടായിരുന്നു. ആരും ഉണ്ടെന്നില്ല. മൂകമായൊരു അന്തരീക്ഷം, ശാന്തമായൊരു അന്തരീക്ഷം. തങ്ങൾ പറയുന്നു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട്ടുപിരിഞ്ഞു. മാതാപിതാക്കൾ ഖബറിലാണ്, നമ്മുടെ നേതാക്കന്മാർ പലരും ഖബറിലാണ്. നമ്മുടെ ഈ വേദിയിലൊക്കെ എപ്പോഴും എത്താറുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ജബറുല്ലൈലി തങ്ങൾ, തങ്ങളുടെ മകൻ ഇന്ന് ഇവിടെ സ്റ്റേജിലുണ്ട്. എപ്പോഴും ഇതിനൊരു അലങ്കാരമായി, നമ്മുടെ വേദികൾക്ക് അലങ്കാരമായി ഉണ്ടായിരുന്നു. അല്ലാഹു അവരുടെയൊക്കെ ഖബർ സന്തോഷത്തിലായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു കൂടുതൽ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കുറച്ചനെ നാളെ ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ, ഞങ്ങളെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രസ്ഥാന നേതാക്കന്മാര്, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരെയും നീ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അപ്പൊ ഖബർ ശിക്ഷ എന്ന് പറയുന്നത് ഒരു പരമാർത്ഥാണ്, അതൊരു ഉട്ടോപ്പിയല്ല, നടക്കുന്ന സത്യമാണ്. നമ്മൾ കണ്ടോയില്ല എന്നല്ല. ഒരാൾ ഖബർ ഇങ്ങനെ മാന്തി വെച്ചാൽ ഈ പറഞ്ഞ അതാപുകളും ബുദ്ധിമുട്ടുകളൊന്നും അയാൾ അതിൽ കണ്ടോളണമെന്നില്ല. നമ്മൾ കണ്ടില്ലെങ്കിലും സംഗതി ഉണ്ടാകും. ഉറങ്ങിക്കിടക്കുന്ന ആള് സ്വപ്നത്തിൽ ദുഃഖിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട് അല്ലേ. കരയും, വാവിട്ട് കരയും ഉറങ്ങിക്കിടക്കുന്ന ആള്. നമ്മൾ നോക്കിയാൽ മുപ്പര് സുഖമായിട്ട്, നല്ല പൂർണ്ണമായി സുഖമായിട്ട് മെത്തയിലാണ് അയാൾ കിടക്കുന്നത്, നല്ല ബെഡിൽ കിടക്കുന്നത്, നല്ല കാറ്റും കിട്ടുന്നത്, AC ചാലുവാണ്. എന്തിനാ ഈ മനുഷ്യൻ കരയുന്നത്? പക്ഷെ അയാൾ ചില വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല. നമ്മൾ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്ന് പറയരുത്. നമ്മൾ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു സംഗതി ഇല്ല എന്ന് പറയരുത്. അങ്ങനെയാണ്. ഇനി ചിലപ്പോൾ അയാൾ കരയുന്നതും കണ്ടോളുന്നില്ല, പക്ഷെ അയാൾ നല്ല വിഷമം അനുഭവിക്കുന്നുണ്ടാവും. അവിടെയാണ് ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് പേടിച്ച് കൊണ്ട് ഉണരുന്ന ആള്. ഞാൻ ഇങ്ങനെയൊക്കെ കാണുമായിരുന്നു, വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഒരു കരച്ചിലും കരഞ്ഞിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ അയാളുടെ മനസ്സ്, അയാളുടെ ആത്മാവ് നന്നായി വിഷമിച്ചിട്ടുണ്ട്. ദുസ്വപ്നങ്ങൾ കാണുമ്പോൾ നല്ല അനുഭവം ഉണ്ട്. ഒന്ന് ഉണർന്നു കിട്ടാൻ അല്ലെ, ഇതൊന്നാണ്ട് അവസാനിച്ച് കിട്ടാൻ ഉണർന്നെത്തിയാൽ വല്ലാത്ത സന്തോഷമായിരിക്കും, വിഷമമുണ്ടാകും. അപ്പൊ ഇതൊക്കെ ഇല്ലാന്ന് പറഞ്ഞ് നിഷേധിച്ച് നടക്കുന്നവർ നാളെ പരലോകത്തേക്ക് അങ്ങോട്ട് എത്തട്ടെ. അവിടെ വെച്ച് കാണാം. അവിടെ വെച്ച് വിഷയങ്ങൾ ഈ പൂരൊക്കെ കാണാൻ പോകുന്നതാണ്. ഇവിടെ നിന്ന് ആരും ഇതേക്കുറിച്ച് തർക്കിക്കേണ്ടയോ മറ്റോ കാര്യമില്ല. അപ്പോ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ സ്വപ്നത്തില് അയാൾ സന്തോഷിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. നമ്മളൊന്നും കാണുന്നില്ല, നമ്മളൊന്നും കാണുന്നില്ല. അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ട സഹോദര, ഇതേ രൂപത്തിൽ ഖബറടക്കം ചെയ്യപ്പെട്ട ആൾക്ക് അയാൾക്കുമുണ്ട് അവസ്ഥ. അയാൾ സങ്കടപ്പെടും, അയാൾ വിഷമിക്കും, അയാളുടെ ആത്മാവ് നന്നായി വേദനിക്കും. പക്ഷേ അയാൾ ചിലപ്പോൾ ഇളകിയില്ലെന്ന് വരും, അയാൾ അനങ്ങുന്നത് നമ്മൾ കണ്ടില്ലെന്ന് വരും, കരയുന്നുണ്ടാകും, നമ്മൾ കേൾക്കുന്നില്ലെന്നുണ്ടാവാം. ദാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്ന ഹദീസ് ഇമാം നസായി ഉദ്ധരിച്ചു, മറ്റു പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇദാ വുദിഅത്തിൽ ജനാസ, ജനാസ കട്ടിലിലേക്ക് വെച്ചു കഴിഞ്ഞാൽ നാട്ടിലെ ആളുകളെല്ലാം കൂടെ താങ്ങിയിട്ട് അവരുടെ പെരടിയിൽ വെച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് പുറപ്പെട്ടാൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, ഫൈൻകാനത്ത് സ്വാലിഹത്തൻ, ആ മയ്യിത്ത് സ്വാലിഹത്തായ മയ്യിത്താണെങ്കിൽ തഖൂലു, അത് വിളിച്ചു പറയുന്ന
വിധങ്ങൾ പറയാണ്, ആ മയ്യത്ത് പറയും ഖദ്ദിമൂനി ഖദ്ദിമൂനി. നമ്മൾ കേട്ടില്ല എന്ന് കരുതി ഇല്ല എന്ന് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. സാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയും ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗമാകട്ടെ വേഗമാകട്ടെ, നിങ്ങൾ വൈകിക്കല്ല, വേഗം എന്നെ എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൂ. കാരണം അയാൾക്ക് പരലോകത്ത് നല്ല സുഖമാണ്, അതുകൊണ്ടാണ് വേഗം എത്തിക്കണം. നിങ്ങളുടെ ഈ എടങ്ങേറ് പിടിച്ച ദുനിയാവിന് എന്നെ ഒന്ന് വേഗം ഖബറിലേക്ക് എത്തിക്കും. ഖദ്ദിമൂനി ഖദ്ദിമൂനി വഇൻകാനത്ത് ഗൈറ സാലിഹ. അതേസമയം സാലിഹല്ലാത്ത മയ്യത്താണെങ്കിൽ, കുടിച്ചും കൂത്താടിയും നടന്നവനാണെങ്കിൽ, റമദാൻ മാസത്തിൽ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ഓർത്തോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ട് ഏറ്റെടുത്തോ, ഈ വാക്കുകൾ മുത്തുനബിയുടെ വാക്കുകളാണ്. സാലിഹല്ലാതെ ജീവിച്ചാൽ മയ്യത്തും കട്ടിൽ കിടന്ന് നമ്മൾ അറളും കേട്ടോ. എന്താ അറളിക്കൊണ്ടിരിക്കുക, എന്താ നമ്മൾ നിലവിളിക്കുക, യാ വൈലഹാ യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ. എന്റെ ഖേദമേ, എന്റെ നഷ്ടമേ, എന്റെ സങ്കടമേ, മക്കളെ നിങ്ങൾ എങ്ങോട്ടാണ് വാപ്പനെ ചുമന്നുകൊണ്ട് പോകുന്നത്? ഏത് വണ്ടിമ്പലയും ആണ് നിങ്ങൾ എനിക്ക് വിധിച്ചിട്ടുള്ളത്, തീരുമാനിച്ചിട്ടുള്ളത്? എങ്ങോട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? നിങ്ങളെ എന്നെ കൊണ്ടുപോയി വിഷമത്തിലേക്ക് എത്തിക്കല്ല, എന്നെ വിഷമിപ്പിക്കല്ല. എങ്ങോട്ടാ മക്കളെ, എങ്ങോട്ടാ കൂട്ടുകാരെ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? പാപ്പ വിളിക്കുന്നു, കൂട്ടുകാരൻ വിളിക്കുന്നു. എവിടെ? മയ്യത്തും കട്ടിൽ കിടന്നു. എന്തേ? തൊട്ടടുത്ത് തലയുടെ ഭാഗത്ത് തല വെച്ചവൻ തോള് വെച്ചവൻ വരെ ഇത് കേൾക്കുന്നില്ലല്ലോ. മുത്തുനബി പറഞ്ഞു യസ്മഉ സൗതഹാ കുല്ലു ശൈ. മയ്യത്ത് വിളിച്ചു പറയുന്ന ഈ ശബ്ദം എല്ലാവരും കേൾക്കും, ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ. എന്തേ മനുഷ്യൻ കേൾക്കാതിരുന്നത്? വലൗ സമിഅഹ ഇൻസാനുൻ ലസഇഖ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ പറയാണ്, മനുഷ്യനെങ്ങാനും ആ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അവിടെ ബോധം കെട്ട് മരിക്കും. ആ മനുഷ്യനെങ്ങാനും ഇത് കേൾക്കുകയാണെങ്കിൽ പിന്നെ മയ്യത്ത് തന്നെ ഉണ്ടാവുള്ളൂ. മയ്യത്ത് കൊണ്ടുപോകാൻ ആളുണ്ടാവില്ല. മയ്യത്ത് കൊണ്ടുപോകണോലൊക്കെ മയ്യത്താവും. ഒന്നും വേണ്ട, അങ്ങനെ നിലവിളിച്ച് കരയൊന്നും വേണ്ട. നമ്മൾ വാപ്പാന്റെ മയ്യത്തുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മയ്യത്തുമായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നാട്ടുകാരന്റെ മയ്യത്തുമായിട്ട് പോകുമ്പോൾ, നമ്മളതിന് തോള് വെച്ചിങ്ങനെ പോകുമ്പോൾ എവിടുക്കാ കൊണ്ടുപോകണമെന്നൊരു ചെറിയ ചോദ്യം ചോദിച്ചാൽ അല്ലേ? ആലോചിച്ചു എന്തായിരിക്കും നമ്മുടെ നിലപാട്? അള്ളാഹു കാത്തതാ. അതുകൊണ്ടാണ് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മൃഗങ്ങളും മറ്റുമൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ആകെ മാനത്തേക്ക് നോക്കി വെപ്രാളപ്പെടുന്നു. അവരിതൊക്കെ കേൾക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അപ്പൊ ഖബർ ഏറ്റവും വഷളായ ഒരു രംഗമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഇനി ഖബറിലേക്ക് മനുഷ്യരെ അങ്ങോട്ട് വെച്ചു. നമ്മൾ വേഗം അങ്ങോട്ട് എന്തെങ്കിലും വിഷയം പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞു തീർക്കാൻ എന്തായാലും സാധിക്കില്ല. പരമാവധി എത്തുന്നത് നമുക്ക് പറയാം. 1 മണിക്കൂർ സമയമുണ്ട്, അതിൽ പറയാൻ പറ്റുന്നതൊക്കെ പറയാം. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ആദ്യമായിട്ടുണ്ടാകുന്ന അവസ്ഥ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറച്ച് കഴിയുമ്പോഴേക്ക് വരുന്നതാണ് ബോഡി ദ്രവിക്കണം. മണ്ണായി പോകും. ചിലപ്പോൾ മണ്ണായി പോകൂല. നല്ല മനുഷ്യന്മാരുടേതൊക്കെ ആണെങ്കിൽ മണ്ണായി പോകാതെ കിടക്കും. ചിലപ്പോൾ ചീത്ത മനുഷ്യന്മാരുടേതും കിടക്കും. ചിലപ്പോൾ നല്ല മനുഷ്യന്മാരുടേതും മണ്ണാകും. അങ്ങനെയൊക്കെയാണ് അതിന്റെ വിഷയം. അത് മനസ്സിലാക്കണം. കാരണം ഇനിയിപ്പോ ഒരാള് ഏത് ചെയ്തു ഖബർ മാന്തിയെടുത്തു. നമ്മൾ വലിയാണെന്നൊക്കെ കരുതിയിരുന്ന ഒരാളെ ഖബർ മാന്തി നോക്കുമ്പോൾ അതിലൊന്നുമില്ല. അപ്പൊ നമ്മള് ഇയാളെ ഇനിയിപ്പോ ഔലിയെന്ന് അറിഞ്ഞതിനെന്ന് വെച്ചാൽ അങ്ങനെ പറയണ്ടാവും. അങ്ങനെ കഥല്ല. കാരണം നല്ല മനുഷ്യരും ദ്രവിക്കാം. അള്ളാഹു ബഹുമാനിച്ചുകൊണ്ട് ചില ആളുകളെ ദ്രവിക്കാതെ വെക്കും. ചിലരെ പരീക്ഷണത്തിന് വേണ്ടി വെക്കും. ഫറോവ ദ്രവിച്ചു പോയിട്ടില്ല. അത് വലിയ ആയതുകൊണ്ട് നിർത്തിയതല്ല. ഇത് മനസ്സിലാക്കണം. അത് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു സത്യമാണ്. എന്നാൽ ബഹുമാനപൂർവ്വം ഈ ഭൂമിക്കകത്ത് ഉറപ്പിച്ച് പറയാൻ പറ്റിയത് 1,24,000 പുണ്യ ശരീരങ്ങള്, തിരുബോഡികള്, ഒരു കുഴപ്പവും പറ്റാതെ രോമം പോലും കൊഴിയാതെ കിടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴേ നമുക്കൊക്കെ മാപ്പിളാരി എന്ന് പറയാൻ പറ്റുള്ളൂ. റസൂലുള്ള പറഞ്ഞൊരു വാക്കാണ്. എന്ത്? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അമ്പിയാക്കളുടെ പുണ്യശരീരങ്ങൾ അല്ലാഹു ഭൂമിയുടെ മേലിൽ ഹറാമാക്കിയിരിക്കുന്നു. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച വാക്കാണ്. അപ്പൊ അതുകൊണ്ട് അമ്പിയാക്കൾക്ക് ഒരു കുഴപ്പം പറ്റില്ല. വേറെയും ധാരാളം സാലിഹ്യങ്ങൾ മണ്ണിനകത്ത് കിടക്കുമൊന്നും പറ്റാതെ ഉറപ്പിച്ചു പറയാൻ പറ്റിയ കേസ് അത് മാത്രമാണ്. ധാരാളം ഉണ്ടാകും, ഉറപ്പ് തന്നെയാണ്. പലപ്പോഴും ഖബറുകൾ, പഴയ ഖബറുകളൊക്കെ മാന്തുന്ന സമയത്ത് ഒരു കേടും പറ്റാതെ കഫംപുടക്ക് പോലൊന്നും പറ്റാതെ കിടക്കുന്ന രംഗങ്ങൾ ഇത്ര ഉണ്ടാവാറുണ്ട്. പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതുമാണ് ഇത്തരം വാർത്തകൾ, അത്ഭുതകരമായ വാർത്തകൾ. ഖബറിൽ പല അവസ്ഥയും ഉണ്ടാകും. ഖബറിൽ പല അവസ്ഥയും ഉണ്ടാകും. ദ്രവിച്ചു പോകാം, ദ്രവിച്ചു പോകാതിരിക്കാം, എല്ലാം ഉണ്ട്. ഇതിനാണ് ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിൽ ദ്രവിച്ചാലും ഇല്ലെങ്കിലും അയാൾ സുഖവും ദുഃഖവും എല്ലാം അറിയും. പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ? ഒറ്റക്കാണ്. അയാൾ ഒറ്റക്കാണ്. വേറെ ഒരു കുട്ടിയും അത് സഹിക്കാനില്ല. ഒറ്റക്കാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാഹ്. മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ മൂന്നാളൊപ്പം പോകും. റസൂലുള്ളാഹി പറയാൻ, മൂന്നാള് കൂടെ പോകും. യത്ബഉൽ മയ്യിത സലാഹ് ഫയർജിഉസ്നാനി. രണ്ടാള് പൊരേക്കന്നെ തിരിച്ചു പോരുമ്പോ യബ്ഖാ വാഹിദ്, ഒരാൾ മാത്രം ശേഷിക്കും. ഏതാണത്? യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു. ഒപ്പം പോകുന്ന മൂന്നാളാരാ? കൂടെ കൂടുന്ന് പറഞ്ഞ മൂന്നാള്. ഒന്ന് അഹ്ല്, മക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും, ജ്യേഷ്ഠ ഉണ്ടാവും, അനുജനുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും, കുടുംബം ഉണ്ടാവും. പിന്നെയോ വമാലുഹു, അയാളുടെ സമ്പത്തും അയാളുടെ കൂടെ പോകുന്നു. മരിക്കുന്ന സമയത്ത് അയാളുടെ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ നോക്കണ്ട, മരിക്കുന്ന സമയത്തുണ്ടാകും. പാപ്പന്റെ കൈമേൽ നല്ല വാച്ചുണ്ടെങ്കിൽ ആ കൂടെ അയച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അതൊന്നും കബറിൽ കൊണ്ടുപോകില്ല. അതൊന്നും കബറിലേക്ക് കൊണ്ടുപോകില്ല. അതൊക്കെ അഴിച്ചു വെച്ചിട്ടേ കൊണ്ടുപോകുള്ളൂ. വലിയ വലിയ ആളുകളൊക്കെ മരിക്കുമ്പോൾ ചിലപ്പോൾ അവരുപയോഗിച്ച കണ്ണടയും അവർ വായിച്ചിരുന്ന പത്രം അടക്കം കബറിൽ കൊണ്ടുപോയി വെക്കുന്ന പരിപാടി ഉണ്ട്. ചിലപ്പോൾ ചില ആളുകളൊക്കെ, രാഷ്ട്രീയക്കാരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്, കബറിന്ന് പത്രം വായിക്കാനാണോ എന്നറിയില്ല, പത്രം അടക്കം വെച്ചു കൊടുക്കാറുണ്ട് സാധാരണ വായിക്കുന്ന. ഏതായാലും നമ്മുടെ വിശ്വാസപ്രകാരം ഒന്നും കൊണ്ടുപോകേണ്ടതില്ല, ഒന്നും കൊണ്ടുപോകേണ്ടതില്ല, എല്ലാം എടുത്തു മാറ്റണം. അതേസമയം നമ്മളുടെ വകയായിട്ട് വന്നിരുന്ന ആ പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ല് അതൊന്നും എടുത്തു മാറ്റി പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ചിലർക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് ഈ വെപ്പുപല്ല് എടുത്തു മാറ്റണോ, മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റണ്ടേന്നൊക്കെ വലിയ ചർച്ച ചെയ്യാറ്. എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റി വെച്ചിട്ട്, എടുക്കാൻ പറ്റാത്തത് കഷ്ടപ്പെട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത്, സ്വർണത്തിന്റെ പല്ല് പോലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ല് എടുത്തു മാറ്റാൻ പറ്റുന്നതുമാണ്. അതാണ് മാറ്റിയാൽ മുഖത്തിനൊരു അഭംഗി വരുമെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയി കബറിൽ വെക്കാം. അങ്ങനെയാണ് ആ വിഷയ സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിൽ പറഞ്ഞു മാത്രം, പലരും പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ്. ഏതാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദര, കുടുംബവും സമ്പത്തും വീട്ടിലേക്ക് തിരിച്ചു പോരും. ഒരു പായ ഉണ്ടാകുന്നില്ല മുകളിൽ. അതുപോലെ തന്നെ വേറെ പലതും വാപ്പയും മക്കളും ഒക്കെ പോകുമ്പോൾ വാപ്പാന്റെ സ്വത്തും കൊണ്ടിട്ടാണ് ഇവർ പോകുന്നത്. കബറിന്റെ കണക്കൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊണ്ടുപോകും. അതൊക്കെ പൊരേക്ക് തിരിച്ചു വരും. അതൊന്നും കബറിലുണ്ടാവില്ല. കുടുംബവും സമ്പത്തും തിരിച്ചു പോരും. അതേ സമയം മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, അവനും അവന്റെ അമലും മാത്രം ബാക്കിയാകില്ല. നമ്മളെ രക്ഷിക്കാൻ നമ്മളെ അമലേ ഉണ്ടാവില്ല. ഈ ബോധപൂർവ്വം ഓരോരുത്തരും ജീവിക്കണം. ഖബറിലേക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇനി ഖബറിൽ വെച്ചാൽ ആദ്യമായിട്ടുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല. ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടുണ്ടാകുന്ന, അതിന് ഖബർ മൂടും കൂടെ വേണ്ടപ്പോൾ, ഖബർ മൂടും കൂടെ വേണ്ട. പക്ഷെ നമ്മൾ കണ്ടില്ലല്ലോ എന്ന് പറയരുത്. നമ്മൾ കണ്ടോ എന്നുള്ളതല്ല വിഷയം. ഖബർ മൂടേണ്ട ആവശ്യം പോലുമില്ല. ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ മയ്യത്ത് അനുഭവിക്കുന്നത് ശക്തമായ ഒരു ഇടുക്കലാണ്, ഒരു ഇറുകല്. ഖബറങ്ങോട്ട് ശരിക്ക് വാരിയല്ലുകൾ വാരിയല്ലുകൾ കോർക്കും, പരസ്പരം കോർത്ത് പിടിക്കുന്നത് വരെ അങ്ങോട്ട് എടുക്കുന്നു. നമ്മൾ വാപ്പാനെ വെച്ചതുപോലെ തന്നെയാണ് കാണുന്നത്. വാപ്പ ഇടുങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ വാപ്പ ശരിക്കും വാരിയല്ലുകൾ കോച്ചുന്ന വേദന അനുഭവപ്പെടുന്നുണ്ടാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ സഹീഹായ ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നവർ ഇതൊക്കെ വിശ്വസിച്ചിരിക്കണം. അവർക്കിതിലൊന്നും അവിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ ഖബരി വഖ്താ, ഖബറിനുണ്ടൊരു പിടിച്ചെടുക്കല്, ഒരു ഇടുക്കലുണ്ട് ഖബറിന്. ലൗ നജാ മിൻഹാ അഹദുൻ ലനജാ സഅദ് ഇബ്നു മുആദ്. സ്വഹബുൽ ഈമാൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് എന്താ നബി പറഞ്ഞത്? ഖബറിനൊരു ഇടുക്കമുണ്ട്, ആ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലും രക്ഷയുണ്ടെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടേണ്ടിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖബറിന്റെ ഇടുക്കെന്ന് പറഞ്ഞത് സ്വാലിഹായ മനുഷ്യനും അതുപോലെ തന്നെ സ്വാലിഹല്ലാത്ത മനുഷ്യനും രണ്ടാക്കുണ്ടാകും. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല. അത് സ്വാലിഹല്ലാത്തവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ സ്വാലിഹിനും ഉണ്ടാകും. അങ്ങനെയാണ് കിതാബുകൾ രേഖപ്പെടുത്തിയത്. പിന്നെ എന്താ, സ്വാലിഹായ മനുഷ്യനെ ഖബർ എടുക്കുന്നത് സന്തോഷപൂർവ്വമാണെന്നുള്ള വ്യാഖ്യാനമാണ് പണ്ഡിതന്മാർ കൊടുക്കുന്നത്. പക്ഷെ സന്തോഷപൂർവ്വമാണെന്ന് കരുതി വേദന ഇല്ലാതിരിക്കില്ല അല്ലെ? സന്തോഷപൂർവ്വം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയെ നമ്മൾ ആലിംഗനം ചെയ്താൽ, കെട്ടിപ്പിടിച്ചാൽ, സന്തോഷപൂർവ്വം പിടിച്ചു ഞെക്കിയാല് ഭാര്യക്ക് വേദനിക്കും. വേദനിക്കാതിരിക്കില്ല. സന്തോഷപൂർവ്വം കടിച്ചാലും വേദനിക്കും അല്ലെ? കടിച്ചു പിടിച്ചിറുക്കി സന്തോഷത്തോടെയാണോ എന്ന് പറഞ്ഞിട്ടല്ല, വേദനിക്കും. കുറെ കാലം കഴിഞ്ഞിട്ട് കാണുന്ന സുഹൃത്തുക്കൾ പരസ്പരം കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മുറുക്കിയപ്പോ ഇവന്റെ സ്നേഹപ്രകടനമൊക്കെ എല്ലാം കൂടെയാണ് ആയപ്പോഴേക്ക് മറ്റേയാളൊരു പരുവത്തിലായിട്ടില്ല. അയാൾ പറഞ്ഞു, എടാ ഒന്ന് വിട്, കുടുങ്ങിയിട്ടുണ്ട്. വേദന. പക്ഷേ സ്നേഹത്തോടുകൂടെയാണ് ഈ ഉണരല്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ആരാ സഅദ് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് ആ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി, ഇഹ്തസ അർശുർ റഹ്മാനി ലിമൗതി സഅദ് ഇബ്നു മുആദ്, റവാഹുൽ ബുഖാരി. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്തേ? സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പം മാത്രമാണ് അല്ലാഹുവിന്റെ അർശ് കിടിലം കൊണ്ടത്, പ്രകമ്പനം കൊണ്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അർശ് ആരെങ്കിലും മരിച്ചിട്ടൊന്ന് കുലുങ്ങിനെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് മരിച്ചിട്ടാണോ വഫാത്തായിട്ടാണോ? ആ സഅദ് ഇബ്നു മുആദിന് വരെ ഖബറിൽ ഇടുക്കി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതൊരു മോശപ്പെട്ട സംഗതിയായി കാണണ്ട, അത് സ്വാലിഹീങ്ങൾക്കുള്ളതാ. പക്ഷെ എന്നാലും വേദന ഉണ്ടാകും. പക്ഷേ ദേഷ്യത്തോടുകൂടെയാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ കഥ പറയാനുള്ളത്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതാണല്ലോ. അള്ളാഹു നമ്മയൊക്കെ സ്നേഹപൂർവ്വം വാരിപ്പുണരുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് ആമീൻ എന്ന് ദുആ ചെയ്യാം. നബി തങ്ങൾ പറഞ്ഞു, ആരും രക്ഷപ്പെട്ടിട്ടില്ല. ലോകത്തെ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു ഭാഗ്യവതി മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ആളാരാന്നറിയോ? ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബിൻതു അസദ് ഇവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. അത് അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞു, മാ ഉഴ്ഫിയ അഹദും മിൻ വഗ്തത്തിൽ ഖബർ, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല ഇല്ലാ ഫാത്തിമത്തു ബിൻതു അസദ്, ഫാത്തിമ ബിൻതു അസദിനെ അല്ലാതെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഈ ഫാത്തിമ ബിൻതു അസദ് ആരാ? എന്തേ ഫാത്തിമ ബിൻതു അസദിനെ എടുക്കാതിരുന്നത്? വ്യതിയാന ചിന്താഗതിക്കാൻ ആരെങ്കിലും ഈ സദസ്സിന്റെ ഓരം പറ്റി ഈ സദസ്സിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സദസ്സിലിരുന്ന് ഈ സദസ്സിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും ഉണ്ടായിരുന്നു എന്ന് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, ഈ സംഭവം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഹദീസ് കേട്ടു, ഇനി തുടർന്നു വരുന്ന സംഭവങ്ങൾ സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സ്ഥലത്തും തൊട്ട് താരീഖ് ദിമശ്കിലുണ്ട്, പല സംഭവങ്ങളിൽ പല കിതാബുകളിലുള്ള സംഭവം. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻതു അസദ് റസൂലുള്ളാഹിയുടെ പോറ്റുമ്മ, അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മ. റസൂലുള്ളാഹിയുടെ പോറ്റുമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കത് തിരിയാണെങ്കിൽ അലി ഇബ്നു അബീ താലിബിന്റെ ഉമ്മ, അബൂ താലിബിന്റെ ഭാര്യ. അബൂ താലിബിന്റെ വീട്ടിലാണല്ലോ റസൂലുള്ളാഹി വളർന്നത്, മുത്താപ്പയാണല്ലോ പോറ്റി വളർത്തിയത്. അബൂ താലിബിന്റെ ഭാര്യ മൂസമ്മ, അതാണ് ഈ ഫാത്തിമ ബിൻതു അസദ്. റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമയല്ല, ഫാത്തിമ ബിൻതു അസദ്, അസദിന്റെ മകൾ ഫാത്തിമ. ഇങ്ങനെയാണ് ഈ കാര്യം ചർച്ച ചെയ്യാറുള്ളത്. എല്ലാ ഭാഗത്തും ഇതിനെപ്പറ്റി പറയാറുള്ളത് ഫാത്തിമ ബിൻതു അസദ് എന്നാണ്. ഈ പേര് ഫുള്ള എപ്പോഴും പറയാറുള്ളത്. ഫാത്തിമ ബിൻതു അസദ് മരണപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ നോക്കിയൊരു പെണ്ണാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മ 6ാമത്തെ വയസ്സിൽ മരിച്ചു, പിന്നെ വഫാത്തായി. ആ വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് വല്ലിപ്പ. 2 കൊല്ലം വല്ലിപ്പയും നോക്കുന്നു. പക്ഷേ വല്ലിപ്പ നോക്കുമ്പോഴും ഒരു പെണ്ണെന്ന നിലക്ക്, ഒരു ഉമ്മ എന്ന നിലക്ക് ഈ റസൂലുള്ളാഹിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, മുഹമ്മദ് മുസ്തഫായുടെ കാര്യങ്ങളൊക്കെ അന്ന് നോക്കുന്നത് മുത്തമ്മ തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മുത്തമ്മയാണ്. കാരണം അബ്ദുൽ മുത്തലിബിന്റെ മകന്റെ ഭാര്യയാണല്ലോ ഫാത്തിമ ബിൻതു അസദ്. അങ്ങനെ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹാ ഇവർ മുസ്ലിമായിട്ടുണ്ട്, സഹാബിയത്താണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ കേട്ടോളൂ, മരിച്ചു എന്ന വിവരം കേട്ടപ്പോ, വഫാത്തായി എന്ന വിവരം കേട്ടപ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന, എന്നിട്ട് ദഖല അലൈഹ വജലസ ഇൻദ റസിഹ, വഫാത്തായി കിടക്കുന്ന പോറ്റുമ്മയുടെ തലക്കമ്പുറത്തിരുന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ ഏതാനും വാക്കുകളുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഫാത്തിമ ബിൻതു അസ്ദിനെ ഖബർ എടുക്കുന്നില്ല, എടുക്കാൻ പറ്റൂല. നോക്കിക്കോ, റഹിമക്കില്ലാ യാ ഉമ്മി, റഹിമക്കില്ലാഹു യാ ഉമ്മി, ഉമ്മ അങ്ങേ അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഉമ്മ. വഫാത്തായി കിടക്കുന്ന ഉമ്മാനോടാ പറയുന്നത്. റഹിമക്കില്ലാഹു യാ ഉമ്മി കുന്തി ഉമ്മി ബഅദ ഉമ്മി, എന്റെ പെറ്റുമ്മക്ക് ശേഷമുള്ള പോറ്റുമ്മയല്ലേ നിങ്ങൾ. ഉമ്മ, എനിക്ക് ഓർമ്മയും ചെറുപ്പത്തിൽ റസൂലുള്ളാഹി വലിയ ആളാണ്. ചെറുപ്പത്തിൽ ഞാൻ ഓടിച്ചാടി നടക്കുന്ന പ്രായത്തിൽ നിങ്ങളെ വയറ് ചുരുണ്ട് കിടക്കും, വിശന്ന് വയറുകൾ ചുരുണ്ട് കിടക്കും. ആ സമയത്തും നിങ്ങൾ തിന്നാതെ എന്റെ വയറ് നിങ്ങൾ ഫുള്ളാക്കിയിരുന്നല്ലോ ഉമ്മ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഫാത്തിമ ബിൻതു അസ്ദ് വഫാത്തായി കിടക്കുമ്പോൾ തലക്കമ്പുറത്തിരുന്ന് പറയാണ്, ഉമ്മ നിങ്ങൾ ഉടുതുണിക്കും മറുതുണിയില്ലാതെ വിഷമിച്ചിരുന്നു, പൂർണ്ണമായി നഗ്നത മറക്കാൻ കഴിയാതെ ഉള്ള തുണിയും കുപ്പായവും വെച്ച് ഒപ്പിച്ച് ധരിച്ചിരുന്നു. എന്നാ നിങ്ങൾക്ക് മുണ്ട് വേണ്ടത്ര ധരിക്കാനില്ലെങ്കിലും സൂനനി ഉമ്മ, എനിക്ക് ഡ്രസ്സ് ധരിപ്പിക്കുന്നതിന് നിങ്ങളൊരു കുറവും വരുത്തിയിട്ടില്ല. എന്റെ പൊന്നുമ്മ നിങ്ങളുടെ ശരീരത്തിന് നിഷേധിക്കുമായിരുന്നു. വീട്ടിലുള്ള നല്ല നല്ല ഭക്ഷണോ ഇറച്ചിയും മത്സ്യവും ഒക്കെ ഉണ്ടാകുമ്പോ, നല്ല നല്ല ഭക്ഷണമൊക്കെ, നല്ല റൊട്ടിയും ഇറച്ചിയും ഒക്കെ ഉണ്ടാകുമ്പോ ഉമ്മ അത് നിങ്ങൾ കഴിക്കാതെ പാവപ്പെട്ട മുഹമ്മദിന് തന്നിരുന്നു കേട്ടോ, ഞാൻ മറക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, തുരീദീന ബിദാലിക, അതുകൊണ്ടൊക്കെ എന്റെ ഉമ്മ ലക്ഷ്യം വെച്ചത്. അതും ആര്? അലി ഇബ്നു അബീ ത്വാലിബ്, റസൂലുള്ളാഹി തങ്ങളുടെ മുത്താപ്പന്റെ മകൻ, റസൂലുള്ളാഹിന്റെ അനുജൻ അലിയാർ അവിടെ ഉണ്ട്, അഖീൽ അവിടെ ഉണ്ട്. ഈ കുട്ടികളൊക്കെ വിശന്ന് കരയുമ്പോഴും എനിക്ക് വേണ്ടി അത് തന്നല്ലോ. ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് വജ്ഹല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണ്. വദ്ദാറുൽ ആഖിറ, പടച്ച റബ്ബിന്റെ ദാറുൽ ആഖിറയുമല്ലേ നിങ്ങൾ മോഹിച്ചത് എന്ന് പറഞ്ഞ് ഉമ്മയുടെ തലക്കമ്പുറത്തിരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് റസൂലുള്ളാഹി എഴുന്നേറ്റിട്ട് പറഞ്ഞു, വേഗം കുളിപ്പിക്ക്. 3 വട്ടം വെള്ളമൊഴിച്ച് കുളിപ്പിക്കാൻ പറഞ്ഞു. കർപ്പൂരം ചേർത്ത വെള്ളം, ഫലമാ ബലഗൽ മാഉല്ലദീ ഫീഹിൽ കാഫൂർ, കർപ്പൂരം ചേർത്ത വെള്ളം ഒഴിക്കാനായപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഒഴിക്കല്ല. ഫസക്കബഹു അലൈഹാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ആ തൃക്കൈ കൊണ്ട് വാങ്ങിയിട്ട് അത് അവിടുത്തെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് ഇതിന്റെ മഹത്വം. ഈ ശരീരത്തെ കബറെടുക്കാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുന്നത് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. കൊണ്ടുപോകുമ്പോൾ റസൂലുള്ള ജനാസ പിടിക്കുന്നു. വതാറത്തൻ യഹ്മിലു വതാറത്തൻ യതഖദ്ദമു വതാറത്തൻ യതഅഖറു, ചിലപ്പോൾ ജനാസന്റെ മുമ്പിൽ, ചിലപ്പോൾ ജനാസന്റെ പിന്നിൽ, ചിലപ്പോൾ ജനാസന്റെ കാല് വന്ന് പിടിക്കുന്നു മയ്യത്തും കട്ടിലിന്റെ. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം കൂടെ ആയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥത. സഹാബ ചോദിച്ചു, നബിയെ, ഒരാളും മരിച്ചിട്ട് പ്രകടിപ്പിക്കാത്ത ഒരു അസ്വസ്ഥതയാണല്ലോ നിങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത്, എന്തേ ഹബീബെ പറ്റിപ്പോയത്? അവിടെ നിന്ന് നബി തങ്ങൾ പറഞ്ഞു, ഇതേ രൂപത്തിൽ തന്നെ ഇതെന്റെ പെറ്റുമ്മയുടെ ശേഷമുള്ള പോറ്റുമ്മയാണ്, നിങ്ങൾക്ക് വിവരറിയോ എന്ന് ചോദിച്ചു. ഇവരുടെ കുട്ടികളെ പട്ടിണിക്കിട്ട് എനിക്ക് വയറു നിറയെ തിന്നിരുന്നു. ഇവരുടെ കുട്ടികളുടെ മുടി പാറിപ്പറന്ന് കിടക്കുമ്പോ, അലക്ഷ്യമായി പാറിപ്പറന്ന് കിടക്കുമ്പോ എന്റെ മുടിയിൽ എണ്ണയിട്ട് ചീകിത്തിന്നിരുന്നു എന്റെ ഉമ്മ. ഇങ്ങനെ ദീർഘമായി പറഞ്ഞു. ഞാനതെല്ലാം കൂടെ വായിക്കുമ്പോഴേക്ക് സമയം വരുമെന്ന് കരുതിയാൽ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം റസൂലുള്ള പറഞ്ഞു, അതാ ഖബറുകൾ കൊണ്ടുപോയി വെക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, ദാ ഖബറിൽ ഇറക്കരുത് കേട്ടോ ഉമ്മാന്റെ ജനാസ, ഞാൻ വരട്ടെ. റസൂലുള്ളാഹി തങ്ങൾ വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖമീസ് ഊരി. ആർക്കും അറിയുന്നില്ല എന്തിനാണിത്. റസൂലുള്ളാഹി തങ്ങൾ ഖമീസ് ഊരിയിട്ട് അവിടെ വെച്ചു. എന്നിട്ട് ഹബീബ് നഗ്ന ബോഡിയാണ്, കുപ്പായ അഴിച്ച് വെറും തുണിയിൽ ഖബറിലേക്കങ്ങ് ഇറങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് ഖബറിൽ കിടന്നിട്ടങ്ങ് ഉരുണ്ടു. തന്റെ ഉമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി ലോകത്തിന്റെ നേതാവ് പോറ്റുമ്മക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ? ഈ നബിതങ്ങളുടെ ശഫാഅത്ത് ഫലിക്കില്ലെന്ന് പറഞ്ഞാൽ, ഈ നബിതങ്ങളുമായിട്ടുള്ള ബന്ധവും സ്നേഹവും ഒന്നും ഉപകാരപ്പെടില്ലെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ,
കുറിച്ച് ചിന്തിച്ചോ. നമ്മളെ അന്ത്യം എന്തായിരിക്കുന്നു കാണണം, നോക്കിക്കാണണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ കൂട്ടുകാർക്കും കൂടെ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. എന്നിട്ട് റസൂലുള്ള അവിടെ നിന്നിട്ട് കേറിയിട്ട് ആ കമീസില്ലേ, ആ കമീസ് എടുത്തിട്ട് ഉമ്മയുടെ കഫംപുടയിൽ അങ്ങോട്ട് കയറ്റി, ഉമ്മയുടെ കഫംപുടയിൽ ഈ കമീസ് അങ്ങ് ധരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് മറ്റുള്ളവരുടെ സഹായത്തോടെ കബറിൽ ഇറക്കാൻ കുറച്ച് ആളുകളെ വിളിച്ചിട്ടുണ്ട്. അവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ കബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചിട്ട് അതാ ഉമ്മ പറയുക, ഉമ്മ കബറിലേക്ക് അങ്ങിറക്കി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി. പടച്ചവനെ, എന്റെ പെറ്റുമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പിരിഞ്ഞു, വഫാത്തായിപ്പോയി. പിന്നെ എന്നെ പോറ്റി വളർത്തി എന്റെ ഈ പോറ്റുമ്മ, എന്റെ ഉമ്മന്റെ ശേഷമുള്ള എന്റെ രണ്ടാനുമ്മക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ ഇരുന്ന് വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ ആവർത്തിച്ചു. എന്നിട്ട് നബിതങ്ങളും എഴുന്നേറ്റിട്ട് പറഞ്ഞു, സഹാബാ, നിങ്ങൾക്ക് വിഷമല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അല്ലാഹു ഖബറിന്റെ ഇടുക്കത്തെ തൊട്ട് രക്ഷപ്പെടുത്തിയ ഒരാളുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബിൻത് അസദ് മാത്രമാണ്. സദഖ റസൂലുള്ളാഹി. കാരണം ഖബർ എടുക്കണമെങ്കിൽ ആദ്യം അള്ളാന്റെ റസൂലിന്റെ കുപ്പായ എടുക്കണ്ടേ? കഴിയൂല അതിന്. അള്ളാന്റെ റസൂലിന്റെ കമീസ് അവിടെ ഉണ്ട് സംരക്ഷണത്തിന്. റസൂലുള്ള കിടന്നുരുണ്ട ഖബറാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംരക്ഷണം ഒറ്റയാക്കേ കൊടുത്തിട്ടുള്ളൂ. അത് ആ ഉമ്മയോടുള്ള സ്നേഹമായിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റസൂലുള്ള പറഞ്ഞു ഫാത്തിമ ബിൻത് അസദ് ഖബറിന്റെ ഇടുക്കത്തെ തൊട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു, ഖീല വലൽ ഖാസിമു യാ റസൂലല്ലാഹ്. ചോദ്യം സ്വഹാബത്ത് ഉടനെ ചോദിച്ചു, വലൽ ഖാസിമു യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങയുടെ പിൻസു പൈതൽ ഖാസിം തങ്ങൾക്കും കബർ, ഖാസിം തങ്ങളെയും കബറെടുത്തോ? ഖാസിം എന്ന കുട്ടി അപ്പോ വഫാത്തായി പോയിട്ടുണ്ട്. അവർ കബറിലാണുള്ളത്. അപ്പൊ ചോദിച്ചു, ഖാസിമിന്റെ കബർ അല്ലാഹു ഇടുക്കിയിട്ടുണ്ടോ? വലൽ ഖാസിമു യാ റസൂലല്ലാഹ്, ഖാസിമും രക്ഷപ്പെടൂലേ നബിയെ? ഉടനെ തന്നെ റസൂലുള്ളാഹിയുടെ മറുപടി, ആല വലൽ ഖാസിമു വലാ ഇബ്രാഹിം, ഖാസിമും രക്ഷപ്പെടില്ല എന്നല്ല, ഇബ്രാഹിം എന്ന എന്റെ കുട്ടിയും രക്ഷപ്പെടില്ല. വകാന ഇബ്രാഹിം അസ്ഗറഹുമാ, ഇബ്രാഹിം അല്ലേ അതിനേക്കാൾ ഇളയ പ്രായക്കാരൻ മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് ചെറിയ കുട്ടിയായിട്ടല്ലേ എന്റെ ഇബ്രാഹിം മരിച്ചത്. പക്ഷെ അബുൽ ഖാസിം എന്ന റസൂലുള്ളാഹിനെ വിളിക്കുക, അതുകൊണ്ടായിരിക്കും ഇവർ ഖാസിമിന്റെ കാര്യം ചോദിച്ചത്. ഇബ്രാഹിം എന്ന കുട്ടിയും മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു, ഇബ്രാഹിം എന്ന കുട്ടി, ആ കുട്ടിയും ഇതേ രൂപത്തിൽ തന്നെയാണ് അവർക്കുണ്ടാകും. കാരണം എന്താ? അത് സ്നേഹപൂർവ്വമുള്ള പുണരലാണ്, അതിന് വിഷയമല്ല. അതിന് ആർക്കും രക്ഷപ്പെടാനും കഴിയില്ല. അത് രക്ഷപ്പെട്ടത് ഒറ്റ ആൾക്ക് മാത്രമോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തമായ ഇടപെടലുമാണ് അതിന് കാരണം. കഴിഞ്ഞില്ല, ഇനിയും കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിൻത് അസദിന്റെ, ഞാൻ ആ സംഭവം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിൻത് അസദിന്റെ ഖബറിൽ ഇരുന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി ഫാത്തിമ ബിൻത് അസദ് എന്ന് പറഞ്ഞിട്ട് വലഖിൻഹാ ഹിജ്ജതഹാ. ഇവർക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും മറുപടി പറയാൻ നീ തോന്നിപ്പിച്ചു കൊടുക്കണം, പടച്ചോനെ എന്റെ ഉമ്മക്ക് എന്ന് പറഞ്ഞു. തൽഖീൻ ചൊല്ലി കൊടുക്കാൻ, വവസ്സി അലൈഹാ മദ്ഖലഹാ, എന്റെ ഉമ്മ വന്ന് കടന്നിരിക്കുന്ന ഈ പ്രവേശന കവാടം നീ വിശാലമാക്കണം, ഖബർ നീ വിശാലമാക്കണം. നിന്റെ നബിയുടെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട്, എന്റെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ അംബിയാ കിറാമിന്റെയും ബറക്കത്തുകൊണ്ട്, പടച്ചോനെ നീ കരുണക്കടലല്ല തമ്പുരാനെ, എന്റെ ഉമ്മനോട് കരുണ കാണിക്കണേ. മുഹമ്മദ് റസൂലുള്ളാഹി തവസ്സുൽ അല്ലേ, ബിഹഖി നബിയിക വൽ അംബിയാ ഇല്ലദീന മിൻ ഖബ്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ല വാക്കുകളും. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ഈ ഖബറിനെ കുറിച്ച് കടന്നിട്ടേ ഉള്ളൂ ഖബർ ജീവിതത്തിലേക്ക്. ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം പറയാനുണ്ട്. മഹാന്മാർ എഴുതി വെച്ച കിതാബുകളിലൂടെ നാം അന്വേഷണം നടത്തുകയാണെങ്കിൽ പറഞ്ഞാലും എഴുതിയാലും തീരാത്ത ബഹറാണ് ദീനുൽ ഇസ്ലാമിലെ ഇൽമു എന്ന് പറയുന്നത്.